അപ്പം നമുക്ക് ലാസ്റ്റ് നമ്മൾ എവിടെയാ നിർത്തിയത് എന്ന് ഓർക്കുന്നുണ്ടോ? വിച്ച് ടോപ്പിക് വി വർ ഡിസ്കസിങ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്? ഓർക്കുന്നുണ്ടോ? എനിബഡി? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചെന്നുള്ളത്? ആരും അപ്പൊ നോക്കിയിട്ടില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചതെന്ന്? ജാസ്മിൻ? യെസ് മാം. റൈറ്റ്സ് അല്ലേ? ഓക്കെ, റൈറ്റ്സ് വായിച്ചിരുന്നോ? കറക്റ്റ്. ഓക്കെ, എന്താ അത് കുറഞ്ഞു പോയത്? എന്ത് പറ്റി? സമയം നമ്മൾ എന്താ അറിയോ, ഇത് നമുക്കിനി കുറേ സിലബസ് ഇതിൽ കവർ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇനി എക്സാം അടുപ്പിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് അത് തീർക്കാം എന്ന് പറയുന്ന നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പോലുള്ള എക്സാം അല്ല ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാം ഒക്കെ. ബിക്കോസ് അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. അപ്പൊ നമ്മൾ റെഗുലർലി പഠിച്ചിട്ട് പോകണം. നിങ്ങൾ എങ്ങനെങ്കിലും ഒരു ഹാഫ് ആൻ അവർ, നിങ്ങൾ ക്ലാസ്സിൽ മര്യാദക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് വൃത്തിക്ക് കേട്ട ഒരാൾക്ക് ഹാഫ് ആൻ അവർ മതി പഠിച്ചെടുക്കാൻ, അല്ലേ? ഏറിപ്പോയൊരു 1 hour. അത് ഫസ്റ്റത്തെ ദിവസമാണ് നിങ്ങൾക്ക് അത്ര സമയം എടുക്കുക. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ടൈം കുറഞ്ഞു വരിക ചെയ്യാം. ബിക്കോസ് ഓൾറെഡി പഠിച്ച സാധനം യു ആർ റിവൈസിങ് ഇറ്റ്. സോ യു ഡോണ്ട് നീഡ് ടു ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ടു ദാറ്റ്. ഗോട്ട് ഇറ്റ്? അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. വേറൊരു കാര്യം കൂടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക്കിൽ ഫില്ല് ചെയ്യാനുണ്ട്. അതെന്താന്ന് ഓർമ്മ ഉണ്ടോ? എന്താ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അർജുൻ? നമുക്ക് ഡെഫിനിഷൻസ് നോക്കാനുണ്ടോ ഓണർഷിപ്പില്? ഡെഫിനിഷൻ അല്ല, കേസസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചിട്ട് വേണം പോവാൻ. പഠിക്കാതെ നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കരുത്. നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, സ്ക്രീൻ ഷെയർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ്സ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ വിടാം. നമ്മൾ എത്ര വരെയാണോ വായിച്ചത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വിടാം. ഓക്കെ, ഓക്കെ. അപ്പം റൈറ്റ്സ് എന്താന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ മീനിങ് ഓഫ് റൈറ്റ്സ് ഓൾസോ യു നോ. കാണുന്നുണ്ടല്ലോ സ്ക്രീൻ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ. അപ്പം റൈറ്റ്സിന്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ യു ആർ ബീങ് എൻടൈറ്റിൽ ടു ഡു സംതിങ്. അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ യു ഹാവ് എ ലീഗലി പെർമിറ്റഡ് സ്ഫിയർ ഓഫ് ആക്ഷൻ ആണ്. നിയമം അത് നിങ്ങളെ ലീഗലി പെർമിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിയമം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലോനായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? റൈറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. സാൽമണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു റൈറ്റ് എന്ന് പറയുന്നത് നിയമം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോ. നിയമം അത് പ്രൊട്ടക്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നിയമം നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്ലസ് നിയമം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് സാൽമണ്ടിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമ്മൾ 2 തരം റൈറ്റ്സുകളെ പറ്റി, റൈറ്റ്സിന്റെ നേച്ചറിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 2 തരം റൈറ്റ്സുകൾ നമ്മൾ നോക്കി. ദാറ്റ് ഇസ് മോറൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ മോറൽ റൈറ്റ്സിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താ പഠിച്ചത്? മോറൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ദാറ്റ് ഇസ് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? മോറൽ എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, മോറൽ റൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ഒരു മോറൽ ഡ്യൂട്ടി അതിന്റെ കൂടെ എന്താ പറയാ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂട്ടി ഒരു മോറൽ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ മോറൽ എന്ന വാക്ക് നിങ്ങൾ എവിടെ കാണുകയാണെങ്കിലോ ബേസിക്കലി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊറാലിറ്റി ദാറ്റ് ഇസ് സംതിങ് വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്ട്സ്. ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മോറലി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ റൈറ്റ് ആൻഡ് റോങ്, നമ്മളുടെ കൾച്ചർ, ഇതിനൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും എന്താണ്, ഐ മീൻ അതൊരു തെറ്റാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു നിയമ നടപടിയായിട്ട് അല്ലെങ്കിൽ ഒരു എൻഫോഴ്സിബിലിറ്റി ഒന്നും നമുക്ക് മോറൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ പറ്റില്ല. Now, when we come to legal rightsഉം മോറൽ റൈറ്റ്സും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസിയേഷൻ എന്താണ്? ലീഗൽ റൈറ്റ്സ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അറൈസിങ് ഔട്ട് ഓഫ് എ ലീഗൽ റോങ്. അല്ല, ലീഗൽ റൈറ്റ്സിലൂടെ ലീഗൽ റൈറ്റ്സിൽ നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ലീഗൽ റോങ്ങിലോട്ട് പോകും, വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ law. Clear ആണോ? Is that clear everyone? Okay. ഇനി നമ്മള് ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? യെസ് മാം. ഓക്കെ. നമ്മൾ മോഡേൺ റൈറ്റ്സിന്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് വി ക്യാൻ ടേക്ക് എക്സാമ്പിൾ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ഓക്കെ. നൗ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഗ്രേസ് ഡെഫിനിഷൻ. ശ്രദ്ധിച്ച് കേൾക്കണം ഡെഫിനിഷൻ. ഓക്കെ. അപ്പം ഇതിൽ ബേസിക്കലി ഒന്ന് വായിച്ചു നോക്കൂ എന്റെ കൂടെ. A legal right is that power which a man has to make a person or persons do or refrain from doing a certain act or acts so far as the power arises from the society imposing a legal duty upon a person or persons. അതായത് ഇതിൽ ബേസിക്കലി എന്ന് പറയുന്നത് ഇതിന് രണ്ട് പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതിൽ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനുള്ള ഒരു പവറാണ്. എന്തിനുള്ള പവറാണ്? ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ പേഴ്സൺസിനെയോ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കാനോ, ടു ഡു അല്ലെങ്കിൽ മേക്ക് എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഡു ഓർ റിഫ്രെയിൻ ഫ്രം ഡൂയിങ് എ സർട്ടൻ ആക്ട് ഓർ ആക്ട്സ് സോ ഫാർ ആസ് ദ പവർ അറൈസസ് ഫ്രം ദ സൊസൈറ്റി. അപ്പോൾ ഇമ്പോസിങ് എ ലീഗൽ ഡ്യൂട്ടി. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഈ പവർ എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം സൊസൈറ്റി ഇമ്പോസിങ് എ ലീഗൽ ഡ്യൂട്ടി. ആ ലീഗൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതിൽ നിന്നാണ് ആ റൈറ്റ് അവിടെ അറൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ രണ്ട് എലമെന്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലീഗൽ റൈറ്റ് ഇസ് ദാറ്റ് പവർ വിച്ച് എ മാൻ ഹാസ്. ഒരു പവർ ആണിത്, പവർ എന്നുള്ള രീതിയിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അതൊരു പേഴ്സണെ അല്ലെങ്കിൽ പേഴ്സൺസിനെ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യാനോ ഇതാക്കുന്നതാണ്. സോ ഫാർ ആസ് ദ പവർ അറൈസസ് ഫ്രം ദ സൊസൈറ്റി. അത് സൊസൈറ്റിയിൽ നിന്നാണ് ആ പവർ അറൈസ് ചെയ്യുന്നത്. ഓക്കെ. ഇമ്പോസിങ് എ ലീഗൽ ഡ്യൂട്ടി അപ്പോൺ എ പേഴ്സൺ ഓർ പേഴ്സൺസ്. അപ്പം ഇവിടെ കോറിലേറ്റീവ് ആയിട്ട് ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ നിന്നാണ് ആ പവർ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ഡ്യൂട്ടി അതായത് ആ പേഴ്സണിൽ നിന്നും സൊസൈറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ട് പേഴ്സൺസിന് ഡ്യൂട്ടി കൂടി. അപ്പൊ അതിൽ നിന്നാണ് അത് അറൈസ് ചെയ്ത് വരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. Okay. So that is Gray's definition. അപ്പം ഓക്കെ അല്ലേ എല്ലാവർക്കും? ഫൈൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഗ്രേന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിക്കേ എല്ലാവരും. ആരാ ഒന്ന് വായിച്ചു തരാം എനിക്ക് ഉറക്കെ? അർജുൻ ഒന്ന് വായിക്കാൻ പറ്റുമോ? ഗ്രേന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ ഉറക്കെ. എനിക്ക് വായിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? കാണുന്നില്ലേ സ്ക്രീന്? എന്റെ എനിക്ക് വിഷന്റെ പ്രോബ്ലം ഉണ്ട്. Okay. Sorry. Anyone else? Kalyani, can you? Yes, miss. Okay. Holland. A right is a capacity residing in one man, controlling with the assent and the assistance of the state. അല്ലല്ല, ഞാൻ ഗ്രേൻ്റെതാ. കല്യാണി, സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഗ്രേന്റെ ഡെഫിനിഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ ഒന്ന് വായിച്ചാൽ മതി. Okay, miss. A legal right is that power which a man has to make a person or persons do or refrain from doing a certain act or acts so far as the power arises from society imposing a legal duty upon a person or persons. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ മീനിങ്ങും ഇത് വായിച്ചപ്പോഴും മനസ്സിലായോ കല്യാണി? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷൻസ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല.
നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ അതിനെങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ടാക്ടിക്കലി തിങ്ക് ചെയ്യേണ്ടത്. ഇതാരും കുത്തിരുന്ന് കാണാപ്പാഠം പഠിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ ദ എക്സാം. ഞാൻ ഇതിൽ ഓരോ എന്താ പറയാ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകൾ, ഇപ്പൊ പവർ എന്ന് ഞാൻ പറഞ്ഞു. ലീഗൽ റൈറ്റ് ഇസ് ദ പവർ വിച്ച് എ മാൻ ഹാസ്, ഓക്കെ, ടു മേക്ക് എ പേഴ്സൺ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ. അപ്പൊ ഇതിന്റെ മലയാളത്തിലുള്ള ഒരു അർത്ഥമെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. പവർ എന്നുള്ളൊരു വാക്ക് മനസ്സിലോർക്കുക. പിന്നെ a man has to make a person or persons do or refrain from doing a certain act or acts. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ ഒരു അർത്ഥം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം അതിന്റെ കണ്ടന്റ് നിങ്ങൾക്കറിയാം. ഓക്കെ, ഫൈൻ. നമുക്ക് നെക്സ്റ്റ് ഡെഫിനിഷനിലോട്ട് പോവാം. നെക്സ്റ്റ് ഡെഫിനിഷൻ എനിക്ക് ആരാ വായിച്ചു തരിക? സായി കൃഷ്ണ, ക്യാൻ യു റീഡ് ഹോളൻഡ്സ് ഡെഫിനിഷൻ? Yes, ma'am. Holland, Okay, a right please. is a capacity residing in one man, controlling with the assent and the assistance of the state, the actions of others. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിൽ എന്താണ് ഒരു റൈറ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് എ കപ്പാസിറ്റി റിസൈഡിങ് ഇൻ വൺ മാൻ. ഒരാളിൽ ഉള്ള ഒരു കപ്പാസിറ്റി ആണത്. വിത്ത് ദ അസെന്റ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്, ദ ആക്ഷൻ ഓഫ് അതേഴ്സ്. ഇപ്പം എനിക്ക് നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടുകയാണ്. അത് എവിടുന്നാണ് എനിക്ക് കിട്ടുന്നത്? വിത്ത് ദ അസെന്റ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പം എനിക്ക് നിങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, നിങ്ങൾ എന്റെ കപ്പാസിറ്റി, എന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റി ആണ് എന്ത്, അല്ലെങ്കിൽ റൈറ്റ് ആണ് എന്ത്, എനിക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത്, അല്ലെ. നിങ്ങൾ അത് തരുന്നില്ല, അതെന്താണ്? നിങ്ങൾ ആക്ഷൻ ആണത്. യു ആർ നോട്ട് ഗിവിംഗ് മീ മൈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പം എനിക്ക് നിങ്ങളുടെ ആ റൈറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഡ്യൂട്ടി ഉണ്ടല്ലോ, വിച്ച് യു ആർ നോട്ട് ഡൂയിങ്, അതിന് എനിക്ക് സ്റ്റേറ്റിന്റെ അസെന്റോട് കൂടിയും അസിസ്റ്റൻസോട് കൂടിയും എനിക്കത് ഇമ്പോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. റൈറ്റ് ഇസ് എ കപ്പാസിറ്റി റിസൈഡിങ് ഇൻ വൺ മാൻ. എന്നിലുള്ള കപ്പാസിറ്റി ആണത്, കൺട്രോളിംഗ് വിത്ത് ദ അസെന്റ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഇത്ര അഭിമാനത്തോടു കൂടി പറയുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് തരുന്നോണ്ടാണ്. അല്ലാതെ കുറെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെ. സോ വിത്ത് അസിസ്റ്റൻസ് ആൻഡ് അസെന്റ് ഓഫ് ദ സ്റ്റേറ്റ്, ദ ആക്ഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആക്ഷന്റെ പുറത്തുള്ള നമുക്കുള്ള കൺട്രോൾ ആണ്. അപ്പൊ നിങ്ങൾ എനിക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ തരുന്നില്ല എന്ന് നിങ്ങളുടെ ആക്ഷന്റെ പുറത്ത് എനിക്കൊരു കൺട്രോൾ ഉണ്ട്, അല്ലെ. എനിക്കത് എൻഫോഴ്സ് ചെയ്യാം, എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോവാം ലീഗലി. അത് ആരുടെ അസിസ്റ്റൻസിലാണ് എനിക്ക് പോകാൻ പറ്റുക? അസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അസെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? പെർഫെക്റ്റ്. അപ്പൊ ഇവിടെ അസെന്റ് ആൻഡ് അസിസ്റ്റൻസ് എന്നോ, അല്ലെങ്കിൽ കപ്പാസിറ്റി റിസൈഡിങ് ഇൻ വൺ മാൻ എന്നോ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ടേം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ഒരു കാര്യം, ഇതിന്റെ മലയാളത്തിൽ നിങ്ങൾ മനസ്സിൽ പഠിച്ചാൽ മതി. ഇത് മലയാളത്തിൽ എന്താണ് ഇവർ പറയുന്നത്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മലയാളത്തിൽ ഒരു ഇത് വെക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ അത് മനസ്സിലാവാൻ പറ്റും. എന്തെങ്കിലും കഥയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അത് മെമ്മറൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണം, അത്ര മാത്രമേ നമ്മൾ അവിടുത്തെ കണ്ടീഷൻ ഉള്ളൂ. നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുക. ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പേഴ്സൺ, ഓസ്റ്റിൻ, ഹു ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഓസ്റ്റിൻ്റെത്, ഹു വിൽ റീഡ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ? വെയിറ്റ്, ഞാൻ വിളിക്കുന്നവർ വായിച്ചാൽ മതി. ഓക്കെ, ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. Ansia Mole, can you read this Austin's definition for me? Yes, ma'am. Okay. കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല നിങ്ങൾക്ക്? ഒരു മിനിറ്റ് മാം. എന്ത് പറ്റി? സൗണ്ട് ഓൺ ആക്കിയപ്പോഴേ സ്ക്രീൻ മാറിപ്പോയി. ഒരു സെക്കൻഡ് മാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ആണോ? ഇപ്പൊ കാണോ? യെസ് മാം. ഇല്ലെങ്കിൽ
now Yes, ma'am. Okay. Okay, ma'am. Party has right when another or others are bound or obliged by the law to do or forbear towards or in respect of him. Okay, good. അപ്പൊ എന്താ ഓസ്റ്റിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓസ്റ്റിനൊക്കെ എവിടെ കണ്ടാലും വേറെ ആരും നിങ്ങൾ മറന്നാലും ഓസ്റ്റിനെ ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പൊ ഓസ്റ്റിൻ ഇവിടെ പറയുന്നത് പാർട്ടി ഹാസ് റൈറ്റ്. നമ്മളൊരു പാർട്ടിക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ അനദർ, വേറൊരാളോ അല്ലെങ്കിൽ അതേഴ്സ്, മറ്റുള്ളവർ അല്ലെങ്കിൽ വേറൊരാള് ആർ ബൗണ്ട് ഓർ ഒബ്ലൈജ്ഡ് ബൈ ലോ, അവര് നിയമം അനുശാസിക്കുന്നുണ്ട് അവരുടെ പുറത്ത്, അല്ലെങ്കിൽ നിയമം അവരോട് പറയുന്നുണ്ട് ചില കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഫോർബിയർ ടുവേർഡ്സ്, ചെയ്യാതിരിക്കാനോ, ഓർ ഇൻ റെസ്പെക്ട് ഓഫ് ഹിം, അയാളെ എന്താ പറയാ, അയാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻ റെസ്പെക്ട് ഓഫ് ഹിം നമുക്ക് എന്താണ് വേറൊരാളെ, അല്ലെങ്കിൽ എ പാർട്ടി ഹാസ് റൈറ്റ് വെൻ അനദർ ഓർ അതേഴ്സ് ആർ ബൗണ്ട്, അവരുടെ മേലെ അത് ബൈൻഡിങ് ആണ്, അല്ലെങ്കിൽ അവരത് ചെയ്യണം നിയമപ്രകാരം, എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഫോർബിയർ ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ റെസ്പെക്ട് ചെയ്യാനോ. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതെന്റെ റൈറ്റ് ആണെന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാള് അത് ചെയ്തു തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ഇക്വാലിറ്റി ഡിസ്ക്രിമിനേഷൻ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യാതിരിക്കണം, അല്ലെ? അപ്പം അതെന്താണ്, അത് അയാളോടുള്ള ഒരു റെസ്പെക്റ്റിന്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എലമെന്റ്സുകളാണ് ഇവിടെ വരുന്നതെന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ഓക്കെ, എ പാർട്ടി ഹാസ് റൈറ്റ് വെൻ അനദർ ഓർ അതേഴ്സ് ആർ ബൗണ്ട് ഓർ ഒബ്ലൈജ്ഡ് ബൈ ദ ലോ, അവരുടെ മേലൊരു ബൈൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ നിയമം അവരെ ഒബ്ലൈജ് ചെയ്യുന്നുണ്ട്, ദാറ്റ് യു ഹാവ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഫോർബിയർ ടുവേർഡ്സ് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് ഹിം. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പം ഇവിടെ Yes, ma'am. നിങ്ങൾക്ക് ഏതൊക്കെ വാക്കുകൾ ഓർക്കാൻ പറ്റും ഓസ്റ്റിൻ ആവുമ്പോ? ബൗണ്ട് ഓർ ഒബ്ലൈജ്ഡ് ബൈ ലോ, റെസ്പെക്ട് എന്ന വാക്ക് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, അല്ലെ? സോ യു ക്യാൻ കോട്ട് റെസ്പെക്ട് ഓൾസോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. കാരണം ഇതിപ്പോ നിങ്ങൾ ഇതിന്റെ ഡെഫിനേഷൻ മാത്രമല്ല, ഇനി നമുക്ക് പല ടോപ്പിക്കുകൾ വരുന്നുണ്ട്, ഈ പല ടോപ്പിക്കിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇതെല്ലാം ഇപ്പൊ നമുക്ക് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇറ്റ്സ് ഇംപോസിബിൾ. യു കനോട്ട് ഡു ദാറ്റ്. മനുഷ്യന്മാർക്ക് അത് ചെയ്യാൻ പറ്റൂല, ഇത്രയും ഡെഫിനേഷനൊക്കെ. പിന്നെ അതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇനി ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഹിബർട്ട്. ഹിബർട്ടിന്റെ ഡെഫിനേഷൻ കുറച്ച് വലുതാണ്, പക്ഷെ ഇറ്റ്സ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം എനിക്ക് ആരാണ് ഹിബർട്ടിന്റെ ഡെഫിനേഷൻ വായിച്ചു തരിക? നിധിൻ, can you read it for me? Yes, ma'am. Okay. A right is one person's capacity of obliging others to do or forbear by means not of his own strength, but by the strength of a third party. If such third party is God, the right is divine. Third party is public, generally acting through opinions, the right is moral. Third party is state, the right is legal. Okay, good. Okay. അപ്പൊ ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അർജുൻ, എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇതില് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഫുള്ള് ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഞാനൊന്നുകൂടി വായിക്കട്ടെ എന്നാ, ഞാനൊന്നുകൂടി വായിച്ചു തരാം. ഓക്കെ. ഓക്കെ, ഫൈൻ. A right is one person's capacity of obliging others to do or forbear by means not of his own strength but by the strength of a third party. ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയോ ഇത് പറഞ്ഞപ്പോ? ഒരു വ്യക്തിക്ക് റൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ആൾക്കുള്ള ഡ്യൂട്ടീനെ അത് ഒരു തേർഡ് പേഴ്സണിൽ കൂടിയാണ് നമുക്ക് ആ റൈറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഉള്ളതല്ല. ഓക്കെ, മനസ്സിലായി. ഞാൻ ഒന്നും കൂടി വായിക്കാം കേട്ടോ, ഒന്നും കൂടി കേട്ടോ. അത് തന്നെയാണ്, അതിനൊന്ന് പോളിഷ് ചെയ്താൽ മതി. A right is one person's capacity of obliging others to do or forbear by means not of his own strength but by the strength of a third party. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് നിങ്ങൾ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ ഞാനത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് എന്റെ സ്ട്രെങ്ത് കൊണ്ടാണോ? അവിടെ ഒരു തേർഡ് പാർട്ടി വരുന്നില്ലേ? ഏതാണ് തേർഡ് പാർട്ടി?
യെസ് എക്സാക്ട്ലി, സ്റ്റേറ്റ് ആണ് അവിടെ തേർഡ് പാർട്ടി അല്ലേ? കാരണം ഞാനത് കോടതിയിൽ പോയി കേസായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് 32 226 മൂവ് ചെയ്യുമ്പോൾ അത് എന്റെ സ്ട്രെങ്ത് കൊണ്ടല്ല എനിക്കത് തിരിച്ചു കിട്ടുന്നത്. ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ എ തേർഡ് പാർട്ടി, ദാറ്റ് ഇസ് ദ സ്റ്റേറ്റ്. അപ്പൊ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. A right is one person's capacity of obliging others to do or forbear, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിപ്പിക്കുക, ദാറ്റ് ഈസ് നോട്ട് ഓഫ് ഹിസ് ഓൺ സ്ട്രെങ്ത്, അയാളുടെ സ്വന്തം സ്ട്രെങ്ത് കൊണ്ടല്ല, പക്ഷെ ഒരു തേർഡ് പാർട്ടിയുടെ സ്ട്രെങ്ത് കൊണ്ടാണ്. ഇനി ഹിബർട്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പറയല്ലോ അയ്യോ ഞാനത് ചെയ്യില്ല ബിക്കോസ് ദൈവം അത് തെറ്റാണ്, അത് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് പറയില്ലേ? അപ്പൊ നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ കാണുന്നത് ചിലത് ദൈവത്തിനെയാണ്. അപ്പം ദൈവത്തിന് ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുമ്പോൾ ആ റൈറ്റിനെ നമ്മൾ ഡിവൈൻ എന്ന് ടേം ചെയ്യും. ഇനി നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഇപ്പൊ അയ്യോ അങ്ങനെയൊക്കെ ചെയ്താൽ അത് സൊസൈറ്റിക്ക് നിരക്കാത്താണ്, ആളുകൾ എന്ന് വിചാരിക്കുമെങ്കിൽ അത് സൊസൈറ്റിക്ക് എതിരെയാണ്, ദാറ്റ് റൈറ്റ് ഇസ് മോറൽ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ നമുക്കൊരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. വൈ? ബിക്കോസ് ദ തേർഡ് പാർട്ടി ഈസ് സ്റ്റേറ്റ്. അപ്പൊ 3 സിറ്റുവേഷൻസും അതിൽ വരുന്ന തേർഡ് പാർട്ടീസ് ആരൊക്കെയായെന്നുള്ളത് ഹിബർട്ട് പറയുന്നുണ്ട്. ഞാൻ ഡെഫിനിഷൻ ഒന്നുകൂടി വായിക്കാം. A right is one person's capacity of obliging others to do or forbear by means not of his own strength but by the strength of a third party. If such third party is God, the right is divine. Third party is public, generally acting through opinions, the right is moral. Third party is state if the right is legal. ഇപ്പൊ ക്ലിയർ ആണോ ഹിബർട്ടിന്റെ ഡെഫിനിഷൻ? എവ്രിവൺ, ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഈ 4 ഡെഫിനിഷൻസും മറക്കരുത്. ഓക്കെ, ഓസ്റ്റിന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു റെസ്പെക്ട്. ഓസ്റ്റിൻ അത്യാവശ്യം വലിയൊരു, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മൂപ്പർക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കാം. അങ്ങനെ റെസ്പെക്ട് എന്നുള്ള കോഡിൽ നിങ്ങൾ ഓസ്റ്റിന്റെ ഡെഫിനിഷൻ നോക്കുക. പിന്നെ ഹിബർട്ടിൻ്റെത് ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചാണ് ഹിബർട്ട് പറയുന്നത്. ആൻഡ് ഈ ഓൾസോ ഡിഫൈൻസ് അല്ലെ ഓരോ സിറ്റുവേഷനിലുള്ള തേർഡ് പാർട്ടി ആരാന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആരുടെ ആയിരുന്നു നമ്മള്? പിന്നെ വി ഡിസ്കസ്ഡ് അബൌട്ട് ഗ്രേന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഹോളൻഡിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രേ എന്താ പറഞ്ഞേ? വിച്ച് എ മാൻ ഹാസ് ടു മേക്ക് എ പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഡു ഓർ റിഫ്രൈൻ ഫ്രം ഡൂയിങ് എ സർട്ടൻ ആക്ട് ഓർ ആക്ട്സ്. അത് സൊസൈറ്റിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു ലീഗൽ ഡ്യൂട്ടി ആണ് അല്ലെ? പവറിന്റെ ടേം ആണ് അവിടെ മറക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കപ്പാസിറ്റി റിസൈഡിങ് ഇൻ വൺ മാൻ കൺട്രോളിംഗ് വിത്ത് അസെന്റ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ് ദ ആക്ഷൻ ഓഫ് അതേഴ്സ്. ഇസ് ദാറ്റ് ക്ലിയർ എവ്രിവൺ? ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ ഫൈൻ. നമ്മൾ 2 തിയറീസ് നോക്കിയിരുന്നു. വിൽ തിയറി നോക്കിയിരുന്നു, ഇൻട്രസ്റ്റ് തിയറി നമ്മൾ നോക്കിയിരുന്നു അല്ലെ? അപ്പൊ വിൽ തിയറിന്റെ എക്സ്പൊണൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഹെഗൽ, കാന്ത്, ഹ്യൂം. ഇത് ജസ്റ്റ് ഞാൻ പറയാണ്. വിൽ തിയറി എന്താ നിങ്ങൾക്ക് അറിയാം. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് തിയറി മച്ച്. ഏത് തിയറി വരുമ്പോഴും അതിന്റെ കീ പ്രൊപ്പൗണ്ടേഴ്സ്, ഹാർട്ടൊക്കെ അതിന്റെ കീ പ്രൊപ്പൗണ്ടേഴ്സ് ആണെങ്കിൽ ഹാർട്ടൊക്കെ ഈ ഓസ്റ്റിനെ പോലെ തന്നെ അത്യാവശ്യം വലിയൊരാളാണ്. ഓക്കെ, അപ്പൊ മൂപ്പരെ മറക്കരുത്. പിന്നെ പച്ത, ഓസ്റ്റിൻ, ഹോളൻ, പോളോക്ക് എന്താ പറഞ്ഞ വിൽ പവർ എന്നൊക്കെ ഞാൻ കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കഥകളോ കോഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം എ ഹാസ് എ റൈറ്റ് ടു റിസീവ് റെന്റ് ഫ്രം ബി, ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ഓർത്തിട്ട് വേണം നിങ്ങൾ പിന്നെ ഫാക്ച്വൽ പോയിന്റിലേക്ക് പോവാൻ. ഓക്കെ, ക്രിറ്റിസിസംസ് നോക്കുക. ഡിഗറ്റ് ആണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് തിയറി ആണ് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇൻട്രസ്റ്റ് തിയറിന്റെ എക്സ്പൊണന്റ് എന്ന് പറയുന്നത് റുഡോൾഫ് വോൺ ഐഹറിംഗ് ആണ്. ഈ തിയറിക്ക് നമ്മൾ വേറെ പറയുന്ന ഒരു പേരാണ് ബെനിഫിറ്റ് തിയറി എന്നും പറയുന്നുണ്ട്. ബിക്കോസ് ഇത് എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റ്, ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക റാദർ ദാൻ ഒരാളുടെ വില്ല് അല്ലെങ്കിൽ ചോയ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതിലുപരി നമ്മൾ കോമൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതിലോട്ടാണ് ഈ തിയറി പോകുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എലമെന്റ്സ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് വെൽ അല്ലെ? നമ്മൾ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സിന്റെ ഡിഫറെന്റ് കൈൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം റൈറ്റ്സിന്റെ കൈൻഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കൂ.
പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റൈറ്റ്സ് ഉണ്ട്, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് റൈറ്റ് ഉണ്ട്, റൈറ്റ് ഇൻ റെം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണം, primary and secondary rights, vested and contingent rights, corporeal and incorporeal rights, right in propria and right in re aliena, principal and accessory rights, proprietary and personal rights, public and private rights, inheritable and uninheritable rights, constitutional, fundamental and statutory. ഇത് നമ്മൾ ഓരോന്നായിട്ട് നോക്കും, ബിക്കോസ് നിങ്ങളുടെ സിലബസിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ്സ്, കൈൻഡ് ഓഫ് റൈറ്റ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റൈറ്റ്സ്. എന്താണ് പോസിറ്റീവ് റൈറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളോട് എന്താ പറയുന്നത്, ഹാസ് ടു ഡു സം ആക്ട്. നമ്മൾ എന്തോ ഒരു ആക്ട് അവിടെ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡ്യൂട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർക്കുന്നുണ്ടോ? ഡ്യൂട്ടി നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ബിക്കോസ് നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ ഞാൻ പറയണത്? ആർക്കും ഒരു അനക്കമില്ലാത്തത് എന്താണ്? ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങാണോ? ഓക്കെ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഉറങ്ങാണോ, നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 പേരെങ്കിലും ഒരു ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റൈറ്റ്സ് ആണ്. പോസിറ്റീവ് റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുന്ന ഒരു റൈറ്റ് ആണ്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് റിഫ്രെയിൻ ചെയ്യാൻ പറയണം. ആ കാര്യം ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. The person on whom that duty lies has to refrain from some act. ചില ആക്ടുകൾ ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം ദാറ്റ്. അതെയാണ് നമ്മൾ നെഗറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോസിറ്റീവ് റൈറ്റും നെഗറ്റീവ് റൈറ്റും എന്താ എന്ന് പറയുന്നത് വെച്ചാൽ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ യു ആർ ഡൂയിങ് സംതിങ്, നിങ്ങൾ എന്തോ ഒരു കാര്യം അവിടെ ചെയ്യാണ്. നെഗറ്റീവ് റൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആ കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പോസിറ്റീവ് റൈറ്റിനുള്ള ഒരു ഉദാഹരണം, ബി ഇസ് ദ ടെനന്റ് ഓഫ് എസ് ബിൽഡിംഗ്. എന്റെ ബിൽഡിങ്ങിന്റെ ടെനന്റ് ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടെനന്റിന്റെ ഒരു ഇതെന്താണ്, ഡ്യൂട്ടി എന്താണ്? റെന്റ് പേ ചെയ്യണം എന്നുള്ളത് അല്ലെ? അപ്പൊ റെന്റ് കിട്ടണം, അല്ലെങ്കിൽ റെന്റ് കിട്ടുക എന്നുള്ളത് ആരുടേതാണ്? അത് റൈറ്റ് ആണ് അല്ലെ? ഒരു പോസിറ്റീവ് റൈറ്റ് ആണ്, അത് കിട്ടണം. മറ്റേ അയാളൊരു പോസിറ്റീവ് റൈറ്റ് ആണ്, ബിക്കോസ് അയാൾക്ക് അത് കിട്ടണം. നെഗറ്റീവ് റൈറ്റ് എന്താണ്? ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു ഇപ്പൊ എന്റെ നെയ്ബറിന്റെ സംബന്ധിച്ച് എനിക്കുള്ളൊരു നെഗറ്റീവ് റൈറ്റ് നെയ്ബറുമായിട്ട് എന്നുള്ളത്, നെയ്ബർ ഷുഡ് നോട്ട് ട്രസ്പാസ് അല്ലെ? അയാൾ എന്റെ പ്രോപ്പർട്ടി ട്രസ്പാസ് ചെയ്യരുത്. അപ്പൊ ചെയ്യരുത്, ചെയ്യണം. ഇതിന് രണ്ടിനായിട്ടാണ് നമ്മൾ പോസിറ്റീവ് റൈറ്റ് ആൻഡ് നെഗറ്റീവ് റൈറ്റ് ആണ് അങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് റൈറ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? നമുക്ക് ബേസിക്കലി ഇവിടെ നമുക്ക് പെർഫെക്റ്റ് റൈറ്റില് വെൻ എ റൈറ്റ് ഇസ് എൻഫോഴ്സിബിൾ ത്രൂ എ കോർട്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ ഇഫ് യു വാണ്ട് എനി റെമഡി അല്ല, നിങ്ങൾക്ക് ഇപ്പം എന്റെ ട്രസ് പാസ് ചെയ്തു, എന്റെ ലാൻഡ് ട്രസ് പാസ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഇൻജങ്ഷൻ സൂട്ട് ഫയൽ ചെയ്യാം, ഡാമേജസ് ചോദിക്കാം കോടതിയോട്. ദാറ്റ് ഇസ് എ റൈറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ ആണ്. ഇംപെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോടതി വഴി നമുക്ക് പറ്റില്ല. ആ റൈറ്റിനെ നിയമം റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ശരിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ പെർഫെക്റ്റ് റൈറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയാ, കോടതി വഴിയില്ല. ഇപ്പൊ എനിക്ക് ഒരു ടെനന്റ് ഉണ്ട്, ടെനന്റ് എനിക്ക് റെന്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ കേരള ബിൽഡിംഗ് റെന്റ്സ് ആക്ട് പ്രകാരം, KBLR ആക്ട് പ്രകാരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളെ ഡിസ്പോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാൾ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പോവാം. ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് റൈറ്റ്. ഇംപെർഫെക്റ്റ് റൈറ്റുകൾ അല്ലെങ്കിൽ ഒരു റൈറ്റ് എപ്പോഴാണ് ഇംപെർഫെക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഇംപെർഫെക്റ്റ്ലി പറഞ്ഞു ആ റൈറ്റിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ലിമിറ്റേഷൻ ആക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും CPC പഠിച്ച സമയത്ത്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏതൊരു കൈൻഡ് ഓഫ് സൂട്ട് ഫയൽ ചെയ്യാനും ഒരു ലീഗൽ ആക്ഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട്.
ആ ടൈം ലിമിറ്റിനുള്ളിൽ യു ഹാവ് ടു ഫയൽ ഇറ്റ്. ടൈം ബാർഡ് ഡെറ്റ്. ഇപ്പൊ ഞാന് അർജുന് ഫോർ എക്സാമ്പിൾ അർജുന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ 2025 ഡിസംബർ 1 തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തില്ല. അപ്പം 2 തൊട്ടിട്ട് അവിടെ അർജുന് കേസ് കൊടുക്കാനുള്ള ഒരു 3 വർഷത്തെ ടൈം ഉണ്ട്. അർജുൻ പക്ഷെ എന്ത് ചെയ്തു, 3 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം കേസുമായിട്ട് പോവാണ്. അപ്പം അർജുന് പൈസ കിട്ടാനുണ്ട് എന്നുള്ള റൈറ്റ് അവിടെ അപ്പോഴും ഉണ്ട്. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷമാണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്, അല്ലെ? അർജുൻ പോകുന്നത് 5ാമത്തെ വർഷാ. അപ്പൊ പറ്റുമോ? ഇല്ല. ഞാൻ കൊടുത്താൽ അർജുന് വാങ്ങാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കോടതി വഴി അല്ലെങ്കിൽ ലീഗലി നമ്മളൊരു സൂട്ട് ഫയൽ ചെയ്ത് നമുക്ക് പറ്റില്ല. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് റൈറ്റ് മനസ്സിലായോ എല്ലാവർക്കും? കല്യാണി, കാവ്യ, അഞ്ജന, ശ്രുതി, അമ്പിളി, അൻസിയ, അനു, അർജുൻ, ജസീല, ജാസ്മിൻ, ജിദ്ദു, Yes, ma'am. ഗോവിന്ദ്, നിതിൻ, സായി കൃഷ്ണ, ശ്രീജിത്ത്, വൃന്ദ. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേരൊക്കെ വിളിക്കണത് കേട്ടോ. ഓക്കെ, Okay, ma'am. ഒരു ഡൗട്ടും കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഇതിലല്ല, നമുക്ക് ഈ പറയുന്ന മാം എക്സാമ്പിളാണ്. അതായത് ഇപ്പൊ ലിമിറ്റേഷൻ 3 years ആണ്, നമുക്ക് 5 yearsലാണ് ഞാൻ പോയത്. ഇൻ കേസ് ഒരു ഇതിന്റെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം ലിമിറ്റേഷൻ കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് എനിക്കൊരു 100 രൂപ തന്നു എന്ന് വിചാരിക്കാം മാം. ഓക്കെ, ആ 100 രൂപ അല്ലെങ്കിൽ 1000 rupees തന്നു. ആ 1000 rupees തന്നു കഴിഞ്ഞാൽ ഈ ലിമിറ്റേഷൻ അത് കട്ടായി പോകില്ലേ? പിന്നെ എനിക്ക് ആ ഡേറ്റ് പിന്നെയും എനിക്ക് സൂട്ട് ഫയൽ ചെയ്യാലോ? പറ്റും. അത് നമ്മൾ ലിമിറ്റേഷൻ ആക്ടിലാണ് നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കതിന്റെ കറക്റ്റ് സെക്ഷൻ ഓർക്കുന്നില്ല. അതിൽ നമ്മൾ ഇത്തരത്തിൽ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു അതെനിക്ക് കറക്റ്റ് അതിന്റെ സെക്ഷൻ ഓർക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പാർഷ്യലി പേയ്മെന്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഉണ്ട്, അത് ഞാൻ അക്നോളജ് ചെയ്ത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ തൊട്ടിട്ടാണ് പോവുക. അത് നിങ്ങൾ പഠിക്കും ലിമിറ്റേഷൻ ആക്ടിൽ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റൈറ്റിംഗ് റെം ആൻഡ് റൈറ്റിംഗ് പേഴ്സണും. ഐ ഡോണ്ട് തിങ്ക് യു നീഡ് മച്ച് എക്സ്പ്ലനേഷൻ ഇൻ ദിസ് പ്രൊവിഷൻ. വേണോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ? റൈറ്റ് വിച്ച് ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡിനെ നമ്മൾ എന്ത് വിളിക്കും? റൈറ്റിംഗ് റെം. നമ്മൾ റൈറ്റ് വിച്ച് ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് എ പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് വരുമ്പോൾ ദാറ്റ് ഇസ് റൈറ്റിംഗ് പേഴ്സണും. ആ പേഴ്സണും എന്നുള്ള ടേം നമ്മൾ എപ്പോഴും പേഴ്സണൽ എന്നൊക്കെ പറയപ്പോഴാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴാണ് വി കോൾഡ് ആസ് ഇത് കുറച്ച് പേഴ്സണൽ ആണ്, അല്ലെ? അപ്പം റൈറ്റിംഗ് റെം എന്ന് പറയുമ്പോൾ എ ഇസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്, നോ വൺ ക്യാൻ ട്രെസ്പാസ് ഹിസ് ലാൻഡ്, അല്ലെ? ഇപ്പൊ എന്റെ സ്വന്തം വീടാണ്, ഐ ക്യാൻ എൻഫോഴ്സ് ഇറ്റ് അഗെയിൻസ്റ്റ്. അത് എനിക്കൊരു റൈറ്റിംഗ് റെം ആണ്. നിങ്ങൾക്ക് ആർക്കും ലോകത്ത് ഒരാൾക്കും അത് ട്രെസ്പാസ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ ദാറ്റ് വി കോൾഡ് ആസ് റൈറ്റിംഗ് റെം. റൈറ്റിംഗ് പേഴ്സണും എന്താണ്? റൈറ്റിംഗ് പേഴ്സണും എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ എക്സാമ്പിൾ, അല്ലെ? അപ്പൊ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ കോൺട്രാക്ട് തെറ്റിക്കഴിഞ്ഞാൽ ബിക്ക് എന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ. ഐ കനോട്ട് ആസ്ക് ഇറ്റ് ഫ്രം ദ ഹോൾ വേൾഡ്. എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക് റൈറ്റിംഗ് റെമും റൈറ്റും പേഴ്സണും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, യു നോ ഇറ്റ്, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൈമറി റൈറ്റും സെക്കൻഡറി റൈറ്റുമാണ്. വാട്ട് ഇസ് പ്രൈമറി റൈറ്റ്? പ്രൈമറി റൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റൈറ്റ് ഇങ്ങനെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. അല്ലാതെ അത് എന്താ പറയാ ഇപ്പൊ നമ്മള് ഒരാൾക്കും എന്നെ ഡിഫെയിം ചെയ്യാൻ പറ്റില്ല, അല്ലെ? ബിക്കോസ് അതെന്റെ ഒരാൾക്കും യു കനോട്ട് വേറൊരാൾക്കും നമ്മൾ ഡിഫെയിം ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അത് എന്റെ ഒരു പ്രൈമറി റൈറ്റ് ആണ്. സെക്കൻഡറി റൈറ്റ് എപ്പോഴാണ്? സപ്പോസ് എന്റെ പ്രൈമറി റൈറ്റ് ആയ എന്നെ ആരും ഡിഫെയിം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എന്റെ പ്രൈമറി റൈറ്റിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നു? വയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു സെക്കൻഡറി റൈറ്റ് വരുന്നുണ്ട്. സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ എന്നെ ആർക്കും ഡിഫെയിം ചെയ്യാൻ പാടില്ല, ദാറ്റ് ഇസ് മൈ പ്രൈമറി റൈറ്റ്. എന്നെ എക്സ് എന്ന് പറയുന്ന ഒരാള് പബ്ലിക്ലി അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തൊക്കെയോ എഴുതി ഡിഫെയിം ചെയ്തു, ഞാൻ കോടതിയെ സമീപിക്കുന്നു. ഡെഫമേഷന്റെ കേസിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ വേണം, എനിക്ക് എന്റെ റെപ്യൂട്ടേഷൻ ഇന്നെ ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോമ്പൻസേഷൻ ചോദിക്കുമ്പോൾ അവിടെ അപ്പൊ കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളത് എന്റെ സെക്കൻഡറി റൈറ്റ് ആണ്. ബിക്കോസ് ഒരു പ്രൈമറി റൈറ്റ് വയലേറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അവിടെ ആ സെക്കൻഡറി റൈറ്റ് വന്നത്. സെക്കൻഡറി റൈറ്റ് ബേസിക്കലി ഒരു റെമഡിയൽ റൈറ്റ് ആണ്, അല്ലെ?
നമ്മളൊരു കോമ്പൻസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് പ്രൈമറി റൈറ്റ് ആൻഡ് സെക്കൻഡറി റൈറ്റ്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെസ്റ്റഡ് ആൻഡ് കണ്ടിജന്റ് റൈറ്റ് ആണ്. വെസ്റ്റഡ് എന്ന് പറയുമ്പോൾ എ ഗിഫ്റ്റഡ് ഇസ് ലാൻഡ് ടു ബി ഫോർ ലൈഫ്. ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ്ലി അല്ലെ, അത് കംപ്ലീറ്റ്ലി ആളിലേക്ക് പോകുന്നുണ്ട്, അത് സർട്ടൻ ആണ്. കണ്ടിജന്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യണം, അൺസർട്ടൻ ഇവന്റ് ആണ്, ഓക്കെ, എങ്കിൽ മാത്രമാണ് ആ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ, അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾക്ക് ആ റൈറ്റ് കിട്ടുകയുള്ളൂ. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കണ്ടീജന്റ് റൈറ്റ്. എന്നാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിൽ ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എ അയാളുടെ ലാൻഡ് ബിക്ക് ഗിഫ്റ്റ് ചെയ്യാണ് ഫോർ ലൈഫ്, അതിനുശേഷം സിക്ക് അയാൾ ഗിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ബിക്കാണ് ആദ്യം കിട്ടുന്നത്. അപ്പൊ ബിക്ക് എന്തായാലും കിട്ടും, ബിക്കോസ് ദാറ്റ് ഇസ് എ വെസ്റ്റഡ് റൈറ്റ്. അപ്പൊ തന്നെ കിട്ടി, ഡയറക്ട്ലി കിട്ടി. പിന്നെ ബി മരിച്ചതിന് ശേഷമാണ് സിയിലോട്ട് പോകുന്നത്. അപ്പൊ മരിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ വരുന്നത് കൊണ്ട് നമുക്ക് അതിന് എങ്ങനെ പറയാം, അവിടെ ഒരു കണ്ടിജന്റ് റൈറ്റ് വരുന്നത്. ഇവൻ ദോ അത് സർട്ടൻ ആണെങ്കിലും മരണം എന്നുള്ളത് സർട്ടൻ ആണ്, എന്തായാലും സിക്ക് കിട്ടും. ഞാനത് നിങ്ങൾക്ക് രണ്ടിലും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് പാസ്സായാലും ഇല്ലെങ്കിലും നമുക്ക് പാസ്സായാലേ ഞാനിത് നിനക്ക് വാങ്ങി തരുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പാസ്സാവാനും പാസ്സാവാതിരിക്കാനും നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഇസ് എ കണ്ടിജന്റ് റൈറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇനി വാട്ട് ഇസ് കോർപോറിയൽ റൈറ്റ് ആൻഡ് ഇൻകോർപോറിയൽ റൈറ്റ്? എനിക്ക് ആരാ എക്സ്പ്ലെയിൻ ചെയ്തുതരാ? ഇൻകോർപോറിയലും കോർപ്പോറിയൽ, ഇത് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ആരാ എനിക്ക് പറഞ്ഞുതരാം? വൃന്ദ, ക്യാൻ യു എക്സ്പ്ലെയിൻ ടു മീ വാട്ട് ഇസ് കോർപ്പോറിയൽ ആൻഡ് ഇൻകോർപോറിയൽ റൈറ്റ്? വൃന്ദ, കേൾക്കാമോ ഞാൻ പറയുന്നത് എല്ലാവർക്കും? Yes, ma'am. യെസ് മാം, കേൾക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ ആർക്കാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഓക്കെ അർജുൻ, കമോൺ. ഓക്കുറലും നോൺ ഓക്കുറലും എന്ന് പറയുമ്പോൾ നമുക്കൊരു ടാഞ്ചിബിൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഓക്കുറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻകോക്കുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ്. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ കോക്കുറലിന് ഞാൻ പറയാം, അത് നമ്മുടെ ഇന്റലക്ച്വൽ റൈറ്റ്സ്. നമുക്ക് വെരി ഗുഡ്. അതന്നെയാണ് കോർപ്പോറിയലും ഇൻകോർപ്പോറിയലും. ഓക്കെ, നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്നതിനാണ്, അതിന്റെ പുറത്തുള്ള റൈറ്റ്സുകളെയാണ് വി കോൾഡ് ആസ് കോർപ്പോറിയൽ റൈറ്റ്സ്. ഇൻകോർപ്പോറിയൽ എന്താണ്? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വിച്ച് യു കനോട്ട് സീ അല്ലെ. അതാണ് റൈറ്റ് ടു റെപ്യൂട്ടേഷൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോറി. ഓക്കെ, ഞാൻ രണ്ടിന്റെയും കൂടി എക്സാമ്പിൾ ഒരുമിച്ച് കൊടുത്തതാണ് കേട്ടോ, ഒന്നിന്റെ മാത്രമല്ല. ഇനി റൈറ്റ് ഇൻ ഏലിയന ആൻഡ് റൈറ്റ് ഇൻ റീപ്രോപ്രിയ. റൈറ്റ് ഇൻ ഏലിയന എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാളുടെ പ്രോപ്പർട്ടിയിൽ ഉള്ള റൈറ്റിനെയാണ് വി കോൾഡ് ആസ് റൈറ്റ് ഇൻ റീ ഏലിയന. റൈറ്റ് ഇൻ റീപ്രോപ്രിയ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടിയിലുള്ള റൈറ്റിനെയാണ് റൈറ്റ് ഇൻ റീപ്രോപ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? റൈറ്റ് ഇൻ റീ ഏലിയനയ്ക്കും റൈറ്റ് ഇൻ റീപ്രോപ്രിയയ്ക്കും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? റൈറ്റ് ഇൻ റീ ഏലിയന എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാളുടെ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് ആണ്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിലല്ല. പറഞ്ഞോ. അല്ല, റൈറ്റ് ഇൻ റീ ഏലിയന ഈസ്മെന്റ് റൈറ്റ്സ് ഒക്കെ വരില്ലേ മാം? എന്താ പറഞ്ഞ? ഈസ്മെന്റ് ആണോ? അതെ, ഈസ്മെന്റ് റൈറ്റ് ഒക്കെ, റൈറ്റ് ടു വേ ഒക്കെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന റൈറ്റ് ആയിട്ട്. യെസ്, അതെ. അപ്പം റൈറ്റ് ഇൻ റീ ഏലിയന എന്ന് പറയുമ്പോൾ അതിലെ ടേമിലുള്ളത് പോലെ തന്നെ നമുക്ക് വേറെ ഒന്നിന്റെ പുറത്തുള്ള റൈറ്റ് ആണ്, വേറൊരാളുടെ പ്രോപ്പർട്ടിയിൽ. ഇപ്പൊ നമ്മൾ ഈസ്മെന്റ് റൈറ്റ് ഒക്കെ പറയുന്നത് എങ്ങനെ തന്നെയാണ്?
നമുക്ക് വേറൊരാളുടെ സ്ഥലത്തിലൂടെയാണ് യു ആർ ഗെറ്റിംഗ് യുവർ റൈറ്റ് ടു വേ, അല്ലെങ്കിൽ റൈറ്റ് ടു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ, അല്ലെ വേറൊരാളുടെ വെല്ലിൽ നിന്നാണ് നിങ്ങൾ വെള്ളം എടുക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, അത് വേറൊരാളുടെ പ്രോപ്പർട്ടിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റൈറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് റൈറ്റ് ഇൻ റീ ഏലിയനക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. റൈറ്റ് ഇൻ റീ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റിനെയാണ് റൈറ്റ് ഇൻ റീ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Is that clear? Okay അല്ലേ? ഓക്കെ. എന്താണ് പ്രിൻസിപ്പൽ ആൻഡ് ആക്സസറി റൈറ്റ്സ്? പ്രിൻസിപ്പൽ ആൻഡ് ആക്സസറി റൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം അതിൽ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗോൾഡ് ലോൺ ആണ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ വാട്ട് ഇസ് പ്രിൻസിപ്പൽ റൈറ്റ് ആൻഡ് ആക്സസറി റൈറ്റ്? അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിനെയാണ്, വേറെ ഒന്നിനെയും ടൈ ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റൈറ്റിനെയാണ് വി കോൾഡ് ആസ് പ്രിൻസിപ്പൽ റൈറ്റ്. ആക്സസറി റൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? എനിബഡി? Come on. Anybody? ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് റൈറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈമറി റൈറ്റ്സിനും സെക്കൻഡറി റൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഏകദേശം അതേക്ക് ഒരു മീനിങ്ങിൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മറ്റു ഒരു റൈറ്റുകളെയും ബന്ധിപ്പിക്കാതെ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്റ് റാൻഡം ആയിട്ട് എടുക്കാം, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. ആക്സസറി റൈറ്റ് ആണ് ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഡിവോഴ്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കിട്ടുക എന്നുള്ളത് ഒരു ആക്സസറി റൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ? കാരണം അതിനെ സംബന്ധിച്ചിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഡിവോഴ്സ് ആവണം എന്ന് നെസസറി ഇല്ല, പക്ഷെ അവിടെ ഒരു സെപ്പറേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സെപ്പറേഷൻ സംഭവിക്കുക എന്നുള്ളതുമല്ല സാധാരണഗതിയിലാണ് കേട്ടോ, അല്ലാതെ നമുക്ക് മെയിൻ്റനൻസ് ചോദിക്കാൻ പറ്റും. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഫ് ദ കൗണ്ടർ പാർട്ട് ഇസ് നോട്ട് പ്രൊവൈഡിങ് മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഡിവോഴ്സിൽ സാധാരണമായിട്ട് നമ്മൾ ചൈൽഡിന്റെ കസ്റ്റഡിയെ പറ്റി പറയും അല്ലെ. അപ്പൊ അതൊക്കെ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് പ്രിൻസിപ്പൽ ആൻഡ് ആക്സസറി റൈറ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇപ്പൊ നിങ്ങൾ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അതിന്റെ കൊളാട്രൽസ് കാര്യങ്ങൾ അതൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഒരു റൈറ്റ് കംപ്ലീറ്റ്ലി അതിനൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ അത് ഒറ്റ ഇതിൽ നിൽക്കുന്ന ഒരു റൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ പ്രിൻസിപ്പൽ റൈറ്റ്. ആക്സസറി റൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിനെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന റൈറ്റുകളായിരിക്കും. ഒരു മെയിൻ റൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇതിനെ കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും ആക്സസറി ആയിട്ട്. നമ്മൾ ഡ്രസ്സിന് ഇതൊക്കെയാണ് എന്റെ ആക്സസറീസ് എന്ന് പറയില്ലേ. സോ നമ്മൾ ആ ഡ്രസ്സിനെ മാച്ച് ചെയ്തുകൊണ്ട് ആ ഡ്രസ്സിന് ഇതാക്കിയിട്ടാണ് യു ആർ ബിൽഡിംഗ് ദർ ആക്സസറീസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? യെസ് മാം. എന്താണ് പ്രൊപ്രൈറ്ററി റൈറ്റും പേഴ്സണൽ റൈറ്റും? പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്തായിരിക്കും? പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട റൈറ്റ്സുകൾ. യെസ്, പ്രോപ്പർട്ടി ആയിട്ട് ബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വി കോൾഡ് ആസ് പ്രൊപ്രൈറ്ററി റൈറ്റ്. അല്ലെ, എന്തെങ്കിലും ഒരു അസറ്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അതായത് അതിന് എന്തോ ഒരു എക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ ഒരു പൈസ ഒരു മോണിറ്ററി വാല്യൂ അതിനുണ്ട്, അതിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ പേഴ്സണൽ റൈറ്റ്സ്? പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദീസ് റൈറ്റ്സ് ഡു നോട്ട് ഹാവ് എനി എക്കണോമിക് വാല്യൂ. സോറി, ഈ റൈറ്റുകൾക്ക് ഒരു എക്കണോമിക് വാല്യൂ ഒന്നുമില്ല. നമ്മളുടെ ഒരാളുടെ നിലനിൽപ്പിന്, ഒരു മനുഷ്യൻ എന്ന രീതിക്ക് നമ്മളുടെ നിലനിൽപ്പിന്, നമ്മളുടെ ജീവിതത്തിന്, വെൽബീയിങ്ങിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സുകളെയാണ് വി കോൾ ഇറ്റ് ആസ് പേഴ്സണൽ റൈറ്റ്സ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? റൈറ്റ് ടു റെപ്യൂട്ടേഷൻ അല്ലെ. റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്താണ്? അത് ഏതാ വരിക? പ്രൊപ്രൈറ്ററി റൈറ്റ് ആണോ അതോ പേഴ്സണൽ റൈറ്റ് ആണോ വരിക? Personal right. ഏതാ വരിക? കേട്ടില്ല, ഒന്നുകൂടി ഒന്ന് പറയാം. റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, പേഴ്സണൽ. ഓക്കെ ഓക്കെ, യെസ് യെസ്, അതെ. അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ബൈ ജസ്റ്റ് ആസ്കിങ് യുവർ സെൽഫ്. എന്ത് നമുക്ക് ചോദിക്കാൻ പറ്റും? ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്കണോമിക് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക.
ഇൻ കേസ് ഇഫ് ദർ എക്സിസ്റ്റ് ഇൻ ഇക്കണോമിക് ഓർ മോണിറ്ററി വാല്യൂ, അതെന്താണ്? ദാറ്റ് ഇസ് എ പ്രൊപ്രൈറ്ററി റൈറ്റ്. ഓക്കെ, അപ്പൊ അല്ലാത്തതൊക്കെ എന്താണ്? അല്ലാത്തതൊക്കെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പേഴ്സണൽ റൈറ്റ്. അപ്പൊ അതിൽ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, സേഫ്റ്റി, പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, പേറ്റന്റ് റൈറ്റ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നമുക്ക് പബ്ലിക് റൈറ്റ്സിനെയും പ്രൈവറ്റ് റൈറ്റ്സിനെയും പറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും പബ്ലിക് റൈറ്റ്സും പ്രൈവറ്റ് റൈറ്റും? ആരാ എനിക്ക് പറഞ്ഞുതരാ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് റൈറ്റ്? പബ്ലിക് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു റോഡാന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ റോഡാണെങ്കിൽ ഒരു പബ്ലിക്, ഒരു ഹൈവേ അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ പബ്ലിക് റോഡാണ്. അതിപ്പോ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഈസ്മെന്റ് പോലെ തന്നെ ഒരു ഇതാണെങ്കിൽ അത് പ്രൈവറ്റ് റൈറ്റ് ആണ്. യെസ്, അത് തന്നെയാണ്. അതായത് നമ്മള് ഒരു ഇൻഡിവിജ്വൽസിലോട്ട് അല്ലെങ്കിൽ രണ്ടാളുകൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിലോട്ട് നമ്മൾ ഒരു ഇൻഫ്രിഞ്ച്മെന്റ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് അതൊരു പ്രൈവറ്റ് റൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് റോങ് ഒക്കെ ആയിട്ട് വരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പറയാ ഒരു പബ്ലിക് റൈറ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ അർജുൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, റോഡിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പബ്ലിക്കിനെ ലാർജ്ലി ഇഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കംസ് ആസ് പബ്ലിക് റൈറ്റ്സ്. നേരെ മറിച്ച് പ്രൈവറ്റിലോട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിലോട്ട് ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് പ്രൈവറ്റ് റൈറ്റ്സ്. ക്ലിയർ അല്ല എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇൻഹെറിറ്റബിൾ ആൻഡ് അൺഇൻഹെറിറ്റബിൾ റൈറ്റ്സ് ആണ്. എന്താണ് ഇൻഹെറിറ്റബിൾ റൈറ്റ്സും അൺഇൻഹെറിറ്റബിൾ റൈറ്റ്സും? നിങ്ങൾക്ക് ആരാ പറഞ്ഞുതരാ ഇൻഹെറിറ്റബിൾ എന്താണ് അൺഇൻഹെറിറ്റബിൾ എന്താണെന്നുള്ളത്? അതായത് നമ്മുടെ ഏത് റൈറ്റ് ആണോ, ഇപ്പൊ ഞാൻ ആർക്കെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ഇൻഹെറിറ്റബിൾ ആൻഡ് ഇൻഹെറിറ്റബിൾ റൈറ്റിന്? ലീഗലൈസിന് പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ്സ് ഇൻഹെറിറ്റബിൾ റൈറ്റ്സ് അല്ലേ? അതെ അതെ അതെ, ഗുഡ്. അതെ, നമ്മൾ ശരിക്കും എന്താണ് ഇൻഹെറിറ്റബിൾ എന്ന വാക്കിന്റെ അർത്ഥം? ഹെറിഡിറ്ററി, അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് അടുത്ത ആളിലേക്ക് അത് പാസ് ചെയ്ത് പോകുന്നു. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ഇൻഹെറിറ്റബിൾ റൈറ്റ്സ്. ഓക്കെ, അൺഇൻഹെറിറ്റബിൾ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ദാറ്റ് ഡൈ വിത്ത് ദ ഡെത്ത് ഓഫ് ദി ഓണർ, ഓണറിന്റെ മരണത്തോട് കൂടിയിട്ട് ആ ഒരു റൈറ്റ് അവിടെ ഇല്ലാതാകുന്നു. ഇപ്പൊ പേഴ്സണൽ റൈറ്റുകളൊക്കെ അല്ല, നമുക്ക് ഓരോരുത്തർക്ക് റൈറ്റ് ടു പ്രൈവസി ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി അല്ല, ഇങ്ങനെയുള്ള റൈറ്റുകളൊക്കെ അതൊക്കെ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്ത് പോവോ? ഇല്ല. ദാറ്റ് ഇസ് അൺഇൻഹെറിറ്റബിൾ റൈറ്റ് ആണ്. അപ്പൊ ഇൻഹെറിറ്റബിൾ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ദാറ്റ് സർവൈവ്സ് ഇറ്റ് ഓണേഴ്സ്, അതിന്റെ ഓണേഴ്സിന് സർവൈവ് ചെയ്യുന്ന റൈറ്റിനെയാണ് വി കോൾഡ് ആസ് ഇൻഹെറിറ്റബിൾ റൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ജസീല പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ അല്ലെ, പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ നമ്മൾ ജനറേഷൻ ബൈ ജനറേഷൻ അത് സക്സീഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ഇൻഹെറിറ്റബിൾ ആൻഡ് അൺഇൻഹെറിറ്റബിൾ റൈറ്റ്സ്. ക്ലിയർ അല്ലേ എവ്രിവൺ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ, ഫണ്ടമെന്റൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റുകളാണ്. ഓക്കെ, അപ്പം ഈ റൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ബേസിക്കലി റൈറ്റ് ദാറ്റ് ആർ ഗിവൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അവർ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. ബിക്കോസ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുമ്പോൾ അതിന് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ് പറയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അതെന്താണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള റൈറ്റ് ആണ്. അപ്പം അവ വരുന്നത്, അവ എവിടെ നിന്നാണ് അതിന്റെ ബർത്ത് സംഭവിക്കുന്നത്? ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് എൻഫോഴ്സിബിൾ ഇൻ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലൊക്കെയാണ് അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക അല്ലെ. ഇനി എന്താണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ഇവിടെ മാറിപ്പോയതാണ്.
ഏതൊക്കെ കോടതിയിലാണ് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുക? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. യെസ്, ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ടിലാണ് നമുക്ക് പാർട്ട് 3 അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ഡയറക്ട്ലി എൻഫോഴ്സിബിൾ ആണ്. അത് സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും ഒക്കെ ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഗ്രീവിയൻസ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടിനെ നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 പ്രകാരം. ഓക്കെ, ഇറ്റ് കനോട്ട് ബി ടേക്കൺ അവേ എക്സെപ്റ്റ് ബൈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്കത് ടേക്ക് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ എല്ലാം നമുക്ക് എങ്ങനെയും അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വി ഹാവ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടല്ലേ? അതിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഉറങ്ങാണോ എല്ലാവരും? എമർജൻസി ടൈംസ്. യെസ്, എമർജൻസി ഇമ്പോസ് ചെയ്യുന്ന സമയത്തിൽ എമർജൻസിന്റെ ആർട്ടിക്കിൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 352, 356, 360. 360 അല്ലെ? 352 is about national emergency, 356 is state emergency, and 360 is financial emergency. yes, good, financial emergency. Okay, അപ്പൊ അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫൈൻ. സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഓർ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്? എന്താ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്? മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് റൈറ്റ്സും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ് തന്നെയാണ്. എക്സാക്ട്ലി, അതെ അതെ, അത് തന്നെയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് നിയമം വരുന്നത്, സ്റ്റാറ്റ്യൂട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം റൈറ്റ്സ് ദാറ്റ് കം ഫ്രം ഓർഡിനറി ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ആക്ട്സ് ആണ്. അപ്പം നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മറ്റ് ഓർഡിനറി കോർട്സുകൾ, അതായത് നെസസറിലി കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകളല്ല, പക്ഷെ അല്ലാതെ ഓരോ ആക്ടിലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ആക്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ഏത് കോർട്ടിലാണെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ റൈറ്റുകളിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൈൻഡ്സ് ഓഫ് റൈറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാനുള്ളത്? ഡ്യൂട്ടി ആണ് അല്ലെ? ഡ്യൂട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഡ്യൂട്ടി നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ അല്ലെ? ലാസ്റ്റ് നമ്മൾ എവിടെയാ സ്റ്റോപ്പ് ചെയ്തേ? അബ്സല്യൂട്ടും റിലേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇല്ലേ? എടുത്തോ? ആർക്കും എന്താ ഒരു ഉറപ്പില്ലാത്തത്? ഞാൻ എടുത്തു. ഓക്കെ. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഡ്യൂട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്സ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഡ്യൂട്ടി ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം നമുക്കറിയാം റൈറ്റ്സിന്റെ കോറിലേറ്റീവ് ആണ് ഡ്യൂട്ടി അല്ലെ? അപ്പം ഡ്യൂട്ടി ബേസിക്കലി റെഫേഴ്സ് ടു എൻ ഒബ്ലിഗേഷൻ ടു പെർഫോം എൻ ആക്ട്. ഒരു ആക്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ റീഫ്രെയിൻ ഫ്രം പെർഫോമിങ് എൻ ആക്ട്. ഒരു ആക്ട് പെർഫോം ചെയ്യുന്നതിൽ നിന്നും റീഫ്രെയിൻ ചെയ്യിപ്പിക്കാണ് അല്ലെ? മറ്റേതിനെ പോലെ തന്നെ. അപ്പം ജസ്റ്റ് അതിന്റെ കോറിലേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഡെഫിനിഷൻസ് നോക്കുക. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ, ഡ്യൂട്ടി ഈസ് ആൻ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള, നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്, ആ ഡ്യൂട്ടിന്റെ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ആക്ട് എന്താണ്? ബി എ റോങ് ആണ്. അപ്പം ഡ്യൂട്ടീസും റോങ്സും കോറിലേറ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റോങ്ങിന്റെ കമ്മീഷൻ ആണ്. നിങ്ങളൊരു ഡ്യൂട്ടി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റോങ്ങിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇനി കീറ്റോൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കീറ്റോൺ പറഞ്ഞിട്ടുള്ളത് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ ഫോർബിയറൻസ് ആണ് സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത് ഇൻ റെസ്പെക്ട് ഓഫ് എ റൈറ്റ് വെസ്റ്റഡ് ഇൻ അനദർ. ഓക്കെ, ആൻഡ് ബ്രീച്ച് ഓഫ് വിച്ച്, അതിന് ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആണ്. അപ്പൊ ബേസിക്കലി ഇവിടെ നിങ്ങൾ കോഡ് ചെയ്ത് പഠിക്കേണ്ടത്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേർഡ് കീറ്റോൺ പറഞ്ഞിരിക്കുന്നത് അത് എൻഫോഴ്സ്മെന്റ് ബൈ സ്റ്റേറ്റ് ആണ്, ഒരാളുടെ പേഴ്സണൽ റൈറ്റുമായിട്ട്, ഒരു പേഴ്സന്റെ റൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, നൗ പ്രൊഫസർ ഗ്രേ പറഞ്ഞിട്ടുള്ളത് the acts or forbearances which an organized society commands in order to protect legal rights are the legal duties of the persons to whom those commands. അതായത് ബേസിക്കലി നമ്മൾ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പം ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റി അത് കമാൻഡ് ചെയ്യാണ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ചെയ്യണം എന്നുള്ളത്, ബിക്കോസ് ടു പ്രൊട്ടക്ട് ദ ലീഗൽ റൈറ്റ്സ്. അപ്പൊ എല്ലാത്തിന്റെയും ഒരു എസെൻസ് എന്താന്നുള്ളത് നോക്കിയാൽ മതി.
കൈൻഡ്സ് ഓഫ് ഡ്യൂട്ടി, ഞാൻ റൈറ്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത് കൊണ്ട് ഡ്യൂട്ടി ഞാൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ലീഗൽ ഡ്യൂട്ടി, മോറൽ ഡ്യൂട്ടി ഉണ്ട്, മറക്കരുത്. ഓക്കെ, then we have discussed about positive duty and negative duty. ഇനി ആ ടേം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ കോൺസെപ്റ്റ് മൈൻഡിലോട്ട് വരണം. ഓക്കെ, then comes the primary duty and secondary duty. ഓക്കെ, പിന്നെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡ്യൂട്ടീസ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ഓക്കെ, ഇനി ഓസ്റ്റിന്റെ ക്രിറ്റിസിസംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ജൂറിസ്റ്റുകൾ ഓസ്റ്റിന്റെ കോൺസെപ്റ്റിനെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സാൽമണ്ട് സ്ട്രോങ്ലി ഓസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ബിക്കോസ് അദ്ദേഹം പറഞ്ഞത് ഒരു കോറിലേറ്റീവ് റൈറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ഡ്യൂട്ടി എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് അക്കോർഡിംഗ് ടു സാൽമൺ നമ്മൾ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എടുത്താലും അവിടെ എന്താണ്, അപ്പൊ ഞാനത് ജസ്റ്റ് പറയാം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ. ഓക്കെ, നമ്മൾ അബ്സല്യൂട്ടും റിലേറ്റീവ് എന്താ പഠിച്ചത്? അബ്സല്യൂട്ടിൽ നമ്മൾ പഠിച്ചത് റൈറ്റ്സും ഡ്യൂട്ടീസും, റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർ റൈറ്റ് ഉണ്ടായിരിക്കും വേറൊരു പേഴ്സണിൽ. പക്ഷെ അബ്സല്യൂട്ട് അങ്ങനെ ഒരു കറസ്പോണ്ടിങ് റൈറ്റ് ഉണ്ടാവില്ല, കാരണം അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൈറ്റ് ഹോൾഡർ ഉണ്ടാവില്ല നമ്മൾ പഠിച്ചത്. പക്ഷെ സാൽമണ്ട് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഓസ്റ്റിന്റെ ഇതിനെന്ത് പറഞ്ഞു, അങ്ങനെ നമുക്ക് അബ്സല്യൂട്ടില് അങ്ങനെ ആരുമില്ല എന്ന് പറയാൻ പറ്റില്ല. മേ ബി നമുക്ക് സ്പെസിഫിക്കലി ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവില്ല എന്നായിരിക്കും, പക്ഷെ അത് ആർക്ക് അപ്പോൾ ഡ്യൂട്ടി വെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇൻഡിവിജ്വൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അത് ഇല്ലാണ്ടാവുന്നില്ല. ഒന്നില്ലെങ്കിൽ അത് സ്റ്റേറ്റിന് പോവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് പോവാം, അല്ലെങ്കിൽ സൊസൈറ്റി അറ്റ് ലാർജിന് പോവാം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ റോങ് ആണ്. റോങ് എന്നുള്ളത്, റോങ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? റോങ് നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഇല്ലല്ലോ, ജസ്റ്റ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇല്ല, റോങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം സാൽമണ്ട് ആണ് റോങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. റോങ് ഇസ് എൻ ആക്ട് വിച്ച് ഇസ് എ കോൺട്രറി ടു ദ റൂൾ ഓഫ് റൈറ്റ് ആൻഡ് ജസ്റ്റിസ്. അതായത് റൈറ്റ് ആൻഡ് ജസ്റ്റിസിന് കോൺട്രറി ആയിട്ടാണ് റോങ് വരുന്നത്. അതായത് നമ്മൾ ഒരു ലീഗൽ റൈറ്റ് ഉണ്ട്, ഒരു ലീഗൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റിസ് നിങ്ങളോട് ഇന്നൊരു കാര്യമാണ് ചെയ്യാൻ കമാൻഡ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റോങ് ആയിട്ട് അതിനെ വിളിക്കാൻ പറ്റും. ബിക്കോസ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, അല്ലെ? ഒന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ട്. നിയമം അത് നിങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വയലേറ്റ്സ് ദ ലീഗൽ റൂൾ, അല്ലെങ്കിൽ നമ്മളുടെ നിയമത്തിലുള്ള ഒരു ലീഗൽ റൂളോ അല്ലെങ്കിൽ ജസ്റ്റിസിനെയോ നിങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇവിടെ കൈൻഡ്സ് ഓഫ് റോങ് എടുക്കുകയാണെങ്കിൽ ലീഗൽ റോങ്ങും മോറൽ റോങ്ങും ഉണ്ട്. ലീഗൽ റോങ് എന്ന് പറയുകയാണെങ്കിൽ നിയമം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതും നിയമം സാങ്ഷനും ചെയ്തിട്ടുള്ള റോങ്ങിനെയാണ് വി കോൾഡ് ആസ് ലീഗൽ റോങ്. മോറൽ റോങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൊറാലിറ്റി, യു നോ ഇറ്റ് അല്ലെ, മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മോറൽ റോങ് എന്ന് പറയുന്നത്. ഇനി പൊളോക്കിന്റെ വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗൽ പേർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എനിത്തിങ് ഈസ് റോങ് വിച്ച് ഇസ് ഫോർബിഡൻ ബൈ ലോ. നിയമം ഒരു കാര്യം ചെയ്യരുത് എന്ന് അനുശാസിക്കുമ്പോൾ ഓക്കെ, അതെന്താണ്? അത് ഒരു ലീഗൽ റോങ് ആണ്. അല്ലെങ്കിൽ നിയമം നിങ്ങളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആണ് എന്നാണ് പൊളോക്ക് പറയുന്നത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നത്, ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒമിറ്റ് ചെയ്യാണ് വിച്ച് ഇസ് കോൺട്രറി ടു എ ലീഗൽ ഡ്യൂട്ടി, ഒരു ലീഗൽ ഡ്യൂട്ടിയെ കോൺട്രറി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് റോങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇനി ഈ റൈറ്റും ഡ്യൂട്ടിയും റോങ്ങും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ലീഗൽ സിസ്റ്റത്തിൽ നമ്മൾ ഹോളിസ്റ്റിക്കലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു ഡ്യൂട്ടി, ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഒരു റൈറ്റ് ഉണ്ട് അല്ലെ? ഇനി അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു റോങ്ങും ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒരു റോങ്, ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റോങ് അവിടെ വരുന്നുള്ളൂ. ഒരു ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പർലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു റോങ് കമ്മിറ്റ് ചെയ്യാണ്. ദീസ് ത്രീ ആർ ഇന്റർ കണക്റ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഡ്യൂട്ടീസ് നിങ്ങൾ പ്രോപ്പർലി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ എന്ത് സംഭവിക്കുന്നില്ല, റോങ്സ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഒരു റൈറ്റിന് ഒരു കോറിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ആ ഡ്യൂട്ടി പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റോങ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു റോങ്ങിലോട്ട് അവിടെ പോകുന്നു. അതാണ് റൈറ്റും ഡ്യൂട്ടിയും റോങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. അപ്പൊ നിങ്ങൾ ഇൻ കേസ് റോങ് ഒരു റോങ് നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോങ്സ് ക്രിയേറ്റ് ലയബിലിറ്റീസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് പുതിയ ഡ്യൂട്ടീസും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു റോങ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ലോ ഇമ്പോസസ് റെമഡിയൽ ഡ്യൂട്ടീസ് ആണ് അല്ലെ. നിങ്ങളുടെ പുറത്ത് നിങ്ങളിപ്പോ ഒരു റോങ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ പുറത്ത് വീണ്ടും ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഡ്യൂട്ടി കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ റോങ് സംഭവിക്കുന്നു. റോങ് സംഭവിച്ചു കഴിഞ്ഞാൽ ആരുടെ റൈറ്റ് ആണോ അവിടെ വയലേറ്റ് ചെയ്തിട്ടില്ല അല്ലെ. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ വേറൊരാളുടെ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അയാൾ പോയിട്ട് സൂട്ട് ഫയൽ ചെയ്യും അല്ലെങ്കിൽ കേസ് കൊടുക്കും അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അപ്പൊ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും ഡ്യൂട്ടീസ് വരികയാണ്, ബിക്കോസ് യു ഹാവ് കമ്മിറ്റഡ് റോങ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡാമേജസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിസ്റ്റോർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. Is that clear everyone? Clear ആണോ? ഓക്കെ, ഇതിൽ സാൽമണ്ടിന്റെ ഡെഫിനിഷൻ മറക്കരുത്. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഇസ് a wrong is an act which is contrary to the rule of right and justice. അത് റൈറ്റ്, നമ്മളെ ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ റൂളിന് എതിരെയാണ് അല്ലെ. have some issues with my throat, അതാണ് ഞാൻ ഇടയ്ക്ക് പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലീഗൽ റോങ് ഉണ്ട്, മോറൽ റോങ് ഉണ്ട്. ഓക്കെ, പൊള്ളോക്കിന്റെ വ്യൂ എന്താന്നുള്ളത് നോക്കുക. എനിത്തിങ് ഇസ് റോങ് വിച്ച് ഇസ് ഫോർബിഡൻ ബൈ ലോ. ഓക്കെ, പിന്നെ ഇതിന്റെ മൂന്നിന്റെയും നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസെപ്ച്വലി ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. റൈറ്റും ഡ്യൂട്ടിയും റോങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം അതിനെ പറ്റി വി ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ. ഓക്കെ, ഇനി റോങ്സിന്റെ കോൺസിക്വൻസസ് എന്താണ്, നിങ്ങൾ ഇത് മറക്കരുത് കേട്ടോ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നിങ്ങൾ റോങ് അവിടെ എന്താ പറയാ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോങ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോറി ഡ്യൂട്ടി വയലേറ്റ് ചെയ്യുമ്പോൾ യു ആർ കമ്മിറ്റിംഗ് എ റോങ് അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് പുതിയ ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും ആൻഡ് പുതിയ ഡ്യൂട്ടീസും നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റോങ്സ് ക്ലിയർ ആയോ? Is that clear? Everyone? Just Yes, give me ma'am. 1 minute. ഞാനൊന്ന് വെള്ളം ഒന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ. ഈ ത്രോട്ട് ഒന്ന് ഡ്രൈ ആയിട്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഇത്. ജസ്റ്റ് ഗിവ് മീ 1 minute. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കൂ സാൽമണ്ടിന്റെ. ജസ്റ്റ് ഗിവ് മീ 1 minute.
ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് ഇനി നെക്സ്റ്റ് അപ്പൊ റൈറ്റും ഡ്യൂട്ടീസും റോങ്സും ഈ 3 ടോപ്പിക്കും എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഡെഫിനിഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ പ്രോപ്പർലി? ചെയ്തൂടെ? ഓക്കെ, ഇനി നമുക്ക് ഓണർഷിപ്പിൽ നമുക്ക് കുറച്ച് കേസസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു 5 കേസസ് ഉണ്ട്, 4 കേസസ് ഉണ്ട്, നമുക്കത് നോക്കാം. കാണാമോ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചേ എല്ലാരും, കേസ് ഒന്ന് വായിച്ചേ. I'll give you 1 minute. ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് കേട്ടോ, മെറി വേഴ്സസ് ഗ്രീൻ. ഓക്കെ, ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് I'll just read the facts, okay? The plaintiff bought a table at an auction. Inside a secret drawer, അതായത് ഞാനത് കാണിച്ചു തരുന്നില്ല, കാണിച്ചു തന്നാല് ഐ വോണ്ട് യു ടു യൂസ് യുവർ, നിങ്ങൾ പഠിച്ചതാണല്ലോ ഓണർഷിപ്പ് ഒക്കെ, സോ ജസ്റ്റ് തിങ്ക്. ഞാൻ ജസ്റ്റ് വായിക്കാം, ഓക്കെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു ലേലത്തിന് പോയിട്ട് ഒരു ടേബിൾ വാങ്ങിക്കുകയാണ്, മനസ്സിലായല്ലോ? ആ ടേബിളിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ഡ്രോയർ ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ടേബിൾ വാങ്ങി പൈസ ഒക്കെ കൊടുത്തു, കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ടേബിളൊക്കെ തുടച്ചല്ലേ, പുതിയ ടേബിളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ അതിന്റെ ഒരു ഡ്രോയർ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ഡ്രോയർ ഞാൻ കണ്ടു. അതിൽ കുറച്ച് പൈസയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഒറിജിനൽ ഓണർ ഉണ്ടല്ലോ, ഇത് ആരുടെ അടുത്തുനിന്നാണോ അയാളുടെ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആ പൈസന്റെ കയ്യിൽ വെച്ചു. ശരിക്കും എനിക്ക് അങ്ങനെ പൈസ വെക്കാനുള്ള റൈറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ലേലത്തിന് ഇങ്ങനെ ഒരു ഓർഡറിന്റെ അടുത്തുനിന്ന് അത് വാങ്ങി അതിന്റെ സീക്രട്ട് ഡ്രോയറിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ശരിക്കും ഓണർഷിപ്പ് ഉണ്ടോ അതിന്റെ പുറത്ത്? ഇല്ല. വാട്ട് ഡു യു തിങ്ക്? അതെന്തുകൊണ്ടല്ലാത്ത? കാരണം ഇപ്പൊ ഒരു ബാക്കി എല്ലാത്തിനും നമുക്ക് ഓണർഷിപ്പ് ഉണ്ട്, പക്ഷെ ആ ഡ്രോ എല്ലാം തുറന്നു നോക്കി, പക്ഷെ ഈ ഒരു ഡ്രോ ചിലപ്പോൾ സീക്രട്ട് ഡ്രോ ആയിരിക്കാം, പക്ഷെ ആ പ്രോപ്പർട്ടി ആ മണി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെയാണ്. അതൊരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഇതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഓക്കെ, അത് തന്നെയാണ് ഏകദേശം ആൻസർ വരുന്നത്. അതായത് ഇവിടെ നമ്മൾ സെല്ലർക്ക്, അപ്പൊ ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ ആ ഒരു ടേബിൾ വാങ്ങിയിട്ടുള്ളത് അയാൾക്ക് ഒരു ഇന്റൻഷനും ഇല്ലായിരുന്നു. അയാൾ ചിലപ്പോൾ ഓർത്തിട്ട് തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഞാൻ പൈസ അന്ന് വെച്ചിരുന്നല്ലോ എന്നുള്ളത്, അല്ലെ? അപ്പൊ അയാൾക്ക് ഒരു ഇന്റൻഷനും ഇല്ല എനിക്ക് ആ പൈസ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, there was no intention by the seller to sell the hidden purse. അതുപോലെ തന്നെ എനിക്കും ഒരു ഇന്റൻഷനും ഇല്ലായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം ഇവിടെ രണ്ടുപേർക്കും അറിയില്ല, അല്ലെ? മറ്റേയാള് വെച്ചു, അത് പിന്നെ മൂപ്പര് മറന്നു. ഞാനാണെങ്കിലോ എന്തോ ഇതിൽ കണ്ടു, അല്ലെ? ഞങ്ങൾ തമ്മിൽ അതിനെ പറ്റി ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇത് അറിയില്ല. ഒരാൾക്ക് ഇത് കൊടുക്കാനുമുള്ള ഇന്റൻഷൻ ഇല്ലായിരുന്നു, മറ്റേ ആൾക്ക് അത് വാങ്ങാനുമുള്ള ഇന്റൻഷൻ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ടേബിളിന്റെ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഓണർ എനിക്ക് ആ ഒരു ടേബിൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈസയെ പറ്റി ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേംസേ ഞങ്ങൾ ഇടയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്കുക, ലിസൺ കെയർഫുള്ളി, ദ ബയർ ഡിഡ് നോട്ട് ഗെറ്റ് ദ പൊസഷൻ. അതായത് വാങ്ങിച്ച് എനിക്ക് ഈ ഒരു കണ്ടെത്തിയ ഞാൻ ആ സീക്രട്ട് ഡ്രോയറിന് കണ്ട പൈസയുടെ പുറത്ത് എനിക്ക് ഒരു ടൈറ്റിലോ ഒരു പൊസഷനോ ഒന്നും എനിക്കില്ല. ഞാനത് പറയാതെ കിട്ടിയത് പറയണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട്സ് ടു തെഫ്റ്റ്. ബിക്കോസ് നമ്മളെ ഈ സെയിലിന്റെ ടേംസിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല, അല്ലെ? പിന്നീട് ഞാനത് കണ്ടെത്തുകയും ഞാനത് കൊടുക്കാതെ കയ്യിൽ വെക്കുമ്പോൾ അത് ഒരു wrongful appropriation ആയിട്ട് മാറും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് മെറി വേഴ്സസ് ഗ്രീൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി? ഓക്കെ.
ഓക്കെ ആണോ എല്ലാവരും? ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഇത് ഇനി ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. പ്രിൻസിപ്പിൾ ഒന്ന് കൃത്യമായിട്ട് നോക്കുക, പ്രിൻസിപ്പിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ദ പ്ലെയിൻറ്റിഫ് ബോട്ട് എ ടേബിൾ. ഒരു ഓപ്ഷനിൽ പ്ലെയിൻറ്റിഫ് ടേബിൾ വാങ്ങിക്കുകയാണ്. ആൻഡ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് എന്ത്, അയാളിങ്ങനെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മൾ ടേബിളൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി ടേബിൾ ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് ഡ്രോയറിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളിലൊരു സീക്രട്ട് ഡ്രോയർ കണ്ടത്. അതിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കയ്യിൽ വെക്കണോ അത് അയാൾക്ക് കൊടുക്കണോ? അല്ലെങ്കിൽ വേണം ഞാൻ കയ്യിൽ വെക്കാം, അയാൾക്ക് ഇപ്പൊ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ കയ്യിൽ വെക്കാം അല്ലെ? ദാറ്റ് അമൗണ്ട്സ് ടു തെഫ്റ്റ്. നിങ്ങൾക്ക് എന്തെന്ന് ലോജിക്കലി ഓർത്താൽ മതി. അത് ശരിക്കും ശരിയല്ലല്ലോ. അത് നമ്മൾ തമ്മിലുള്ള ടേംസിൽ, നിങ്ങൾ ആ ടേബിൾ വാങ്ങിക്കുന്ന ടേംസിൽ നമ്മൾ അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അയാൾക്കത് അറിയില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അറിയെങ്കിൽ അയാളത് പറയണല്ലോ. അപ്പൊ നിങ്ങൾക്കും അറിയാം അയാളത് പറഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും ഒരു നോളജിലോ അല്ലെങ്കിൽ രണ്ടുപേരും ആ സ്ത്രീകൾ നടത്തിയ സമയത്ത് രണ്ടുപേർക്കും ഇന്റൻഷൻ ഇല്ലാത്തൊരു കാര്യമാണിത് അല്ലെ? അപ്പൊ സോ ദ ട്രാൻസ്ഫർ ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ദ ഹിഡൻ മണി. അപ്പം ഇവിടെ ദ ബയർ ഡിഡ് നോട്ട് ഗെറ്റ് പൊസഷൻ ഓർ ടൈറ്റിൽ ടു ദ മണി. ബയർക്ക് അതിന്റെ പുറത്തൊരു പൊസഷനോ ഒരു ടൈറ്റിലോ ഒന്നുമില്ല. കീപ്പിംഗ് ഇറ്റ് എമൗണ്ട്സ് ടു തെഫ്റ്റ്. തെഫ്റ്റിലോട്ടാണ് അത് പോവുക. ഓക്കെ, കാരണം പൊസഷൻ ആദ്യം ഇല്ലായിരുന്നു, സെയിലിന്റെ സമയത്തേ ഇല്ലായിരുന്നു. ഹി ഓൺലി ഗെയിൻഡ് നോളജ് ലേറ്റർ ആൻഡ് ഹി റോങ്ഫുള്ളി അപ്രോപ്രിയേറ്റഡ് ഇറ്റ്. Is that clear everyone? Okay അല്ലേ? Okay അല്ലേ അൻസിയ? Yes, ma'am. Yes, ma'am. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അതാവുമ്പോഴാണ് നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. ഓക്കെ, എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, വലിയൊരു കമ്പനിയൊക്കെയാണ്. അപ്പോൾ വലിയ ലാൻഡ്സ്കേപ്പിലൊക്കെയാണ് ഞങ്ങൾ ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പൊ മുന്നിൽ തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരാളെ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ട്, ഈ കുളത്തിലൊക്കെ കുറെ ഈ മറ്റേ ഇലകളൊക്കെ വീണ് ഭയങ്കര വൃത്തികേടായിരിക്കാണ് കുളം. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ് എന്ന് പറയുന്ന ആളെ ഹയർ ചെയ്തത്. ഞാൻ പൈസ കൊടുത്ത അയാളെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു 2 ദിവസം കൊണ്ട് അയാൾ അത് ക്ലീൻ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ പണി തുടങ്ങി. ഓക്കെ, അപ്പൊ അയാൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിടെ കൂടെ അയാൾ ഒരു ഗോൾഡ് റിങ് അയാൾക്ക് ആ കുളത്തിൽ നിന്ന് കിട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് അയാൾ പറയണ ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അപ്പൊ ഇത് ഇന്റേതാണ്. അതായത് ക്ലീൻ ആക്കാൻ വന്ന ആള് പറയുന്നത് ഇത് എന്റേതാണ്, കമ്പനി പറയുന്നു ഇത് കമ്പനീന്റെ ആണ്. വാട്ട് ഡു യു തിങ്ക്? ഇത് പാർട്ടി ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഐ വോണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ്. ഐ മീൻ ഐ വോണ്ട് എവറിബഡി ഓഫ് യു ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ആരാണ് എനിക്ക് ഇതിന്റെ ആൻസർ പറഞ്ഞത്? കമ്പനിയുടെ ആവണമെന്നില്ല, ഈ പറഞ്ഞ വ്യക്തിയുടെ ആവണമെന്നില്ല, അവിടെ വന്ന ഏതെങ്കിലും ഒരു ക്ലയന്റിന്റെ ആവാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ ഓണർ ആരാന്നൊന്നും അറിയില്ല, അതൊന്നും നമുക്കറിയില്ല. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇതിപ്പം അയാൾക്ക് കിട്ടി. അപ്പോ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, ജസ്റ്റ് കമ്പനിയുടെ ആവാനാണോ ചാൻസ് അല്ലെങ്കിൽ ഈ ക്ലീൻ ചെയ്യാൻ വന്ന ആളുടെ ആവോ ചാൻസ്? അവരിൽ രണ്ടിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും. ആർക്കായിരിക്കും ഇവർ രണ്ടുപേരിൽ ഒരു ബെറ്റർ ടൈറ്റിൽ ഉണ്ടാവുക? അത് കമ്പനിയുടെ. ഓക്കെ, ജസീല, വൈ കമ്പനി? ഞാൻ എല്ലാവരിലോട്ടും വരാം. എന്തുകൊണ്ടാണ് കമ്പനി എന്ന് ജസീല പറയാൻ കാരണം? കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് കമ്പനിയുടേത്. ഓക്കെ ഓക്കെ, കാവ്യ പറയുന്നു കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് കമ്പനിയുടെയാണ്. ജസീൽ എന്ത് പറയുന്നു? മറ്റേ ആൾ അത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് തെറ്റായിട്ട് തന്നെയാണ് വരിക. ഇതെന്താന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണല്ലോ ഈ സംഭവം കിട്ടുന്നത്, റിങ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ. പക്ഷെ അയാള് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നിങ്ങൾ എല്ലാ രീതിയിലും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിപ്പോ അയാൾ ക്ലീൻ ചെയ്തോണ്ടല്ലേ കിട്ടിയേ അല്ലെ? അപ്പൊ നമുക്ക് അപ്പൊ ഇതിൽ ആർക്കായിരിക്കും ഒരു ബെറ്റർ ടൈറ്റിൽ ഉണ്ടാവുക? മാം, കമ്പനിക്കായിരിക്കും. കാരണം ആ ഒരു കുളം കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഒരു ലാൻഡിലാണല്ലോ. ഇപ്പൊ മറ്റേയാളുടെ പൊസിഷനിലായിരിക്കും, പക്ഷെ പൊസിഷനേക്കാളും ഹയർ ആയിട്ടുള്ളത് ഓണർഷിപ്പ് ആയതുകൊണ്ട് കമ്പനിക്കായിരിക്കും. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എനി ആൻസേഴ്സ് അപ്പാർട്ട് ഫ്രം ദിസ്? എനിബഡി? അർജുൻ ആൻസർ പറഞ്ഞില്ലേ? അർജുൻ കമ്പനി എന്നല്ല, അർജുൻ പറഞ്ഞത് ആർക്കും ഉണ്ടാവില്ല എന്നാണ് അല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ആവണമെന്നില്ലല്ലോ. ഈ ചിലപ്പോ ആരെങ്കിലും വന്നപ്പോ അറിയാതെ വീണതായിക്കൂടെ, അതും ആവാന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ പറയാം. ഇത് നമുക്ക് അങ്ങനെ ആരുടെയാന്നുള്ളത് ട്രേസ് ചെയ്യാൻ പറ്റൂല. അതിപ്പോ എന്തായാലും ആ റിങ്ങിന് ഒരു ഓണർ ഉണ്ടായിരിക്കും, അത് ശരിയാണ്. പക്ഷെ അതവിടെ മാറ്റി നിർത്തിയിട്ട്
ജസ്റ്റ് കം ടു കമ്പനി ഓർ ദ ക്ലീനർ, അതിലേക്ക് മാത്രം വരിക. അപ്പൊ ഈ രണ്ടാൾക്കാരുടെ ആരായിരിക്കും ബെറ്റർ റൈറ്റർ ഉണ്ടാവുക? മറ്റേത് മറന്നേക്കും, അതിന് ശരിക്കും ഒരു ഓണർ ഉണ്ട്, അത് മറക്കാം. ആ, അപ്പൊ ഇതില് രണ്ടുപേർക്കും ആർക്കാ ഉണ്ടാവുക? വാട്ട് ഡു യു തിങ്ക്? കമ്പനിക്കാവാനാണ് സാധ്യത. ഓക്കെ, കമ്പനി അല്ലാത്ത വേറെ ഇതിൽ ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ലെറ്റ്സ് സീ ദ ആൻസർ. ഓക്കെ, അപ്പം മാം ഒരു ഡൗട്ട്. മാം ഈ റിങ്ങിന്റെ മേല് ഇപ്പൊ കിട്ടിയ അയാൾക്ക് ഒരു പൊസിഷൻ വരുമല്ലോ, ആ കുഴിച്ച ആൾക്ക് പൊസിഷൻ വരുവാണല്ലോ, കുഴിച്ചെടുത്ത ആൾക്ക്. പക്ഷെ ആ മോതിരത്തിന്റെ മേല് കമ്പനിക്ക് ഓണർഷിപ്പും ഇല്ലല്ലോ. അവിടെ കമ്പനി മനസ്സിലായി. ഞാന് ഇതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങള്. ഇതാണ് നമ്മളെ കേസ്. ഇതൊന്ന് വായിച്ച എല്ലാരും. A company owned land with a pond അല്ലേ? ഡിഫൻഡിനെ ഹയർ ചെയ്തു പോണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈമറി പൊസിഷൻ ഇവിടെ ഉള്ളത് കമ്പനിക്കാണ്. ഡിഫൻഡന്റ് പിന്നീടാണ് അത് കാണുന്നത്, അയാൾ പൊസസ് ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് അതിന്റെ പുറത്ത് ടൈറ്റിൽ ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണോ ആ ലാൻഡിന്റെ ഓണർ, he has a better possession over hidden or attached items on or in the land than a finder. Okay, അപ്പൊ ഒരു ഓണർക്ക്, ആ ലാൻഡിന് ഒരു ഓണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓണർക്കാണ് ബെറ്റർ ടൈറ്റിൽ ഉണ്ടാവുക ദാൻ ദ ഫൈൻഡർ. സൗത്ത് സ്റ്റാഫോർഡ്ഷയർ വാട്ടർ വർക്ക്സ് കമ്പനി വേഴ്സസ് ഷെർമാൻ. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ബ്രിഡ്ജ് വേഴ്സസ് ഹൈക്സ്വർത്ത്. ഈ ഒരു കേസിൽ a man found a bundle of bank notes on the floor of the shop. ആ ഷോപ്പിന്റെ ഫ്ലോറിലാണ് ഓക്കെ ബണ്ടിൽ ഓഫ് ബാങ്ക് നോട്ട്സ് കണ്ടു. അപ്പൊ അയാള് ഒരു ഷോപ്പ് കീപ്പർക്ക് കൊടുത്തിട്ട് പറയാണ് ഇതിന്റെ റിയൽ ഓണർ ആരാന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നുള്ളത്. പക്ഷെ പിന്നീട് ഈ കറക്റ്റ് ഓണർ ആരാന്നുള്ളതൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? ഈ പൈസ അയാളെ സ്വന്തം പോക്കറ്റിലിട്ടു. അപ്പൊ ഇതിന്റെ പിന്നീട് ഇതിനൊരു ഫൈൻഡർ വന്നു. അപ്പൊ അയാൾ സൂ ചെയ്തു. അപ്പം അതായത് നമ്മള് ഓണർ അല്ല കേട്ടോ, സോറി, ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ടെടുത്ത ആളാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അയാൾ വിചാരിച്ചു ഷോപ്പ് കീപ്പർ അത് കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ ഓണർക്ക്. ഷോപ്പ് കീപ്പർ അയാളെ പോക്കറ്റിലിട്ട് നടക്കായിരുന്നു. അത് പിന്നീട് ഈ ഫൈൻഡർക്ക് മനസ്സിലായി, ഇയാൾ ഇതിന്റെ യഥാർത്ഥ ഞാൻ ഇയാൾക്കെന്ന് പൈസ കൊടുത്തതാണല്ലോ ഇവിടുന്ന് നിലത്തുനിന്ന് വീണ് കിട്ടിയിട്ട്, എന്നിട്ട് അയാൾ ഇതുവരെ അതിന്റെ ഓണർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഫൈൻഡർക്ക് മനസ്സിലായി. അപ്പൊ ഫൈൻഡർ പോയി കേസ് കൊടുക്കാണ്. അപ്പൊ ഇവിടെ കോടതി പറഞ്ഞത് ഫൈൻഡർക്കാണ് ഈ നോട്ട്സിന്റെ പുറത്തുള്ള റൈറ്റ് ഉള്ളത്, അല്ലാതെ ഷോപ്പ് കീപ്പർക്കല്ല. ബിക്കോസ് ഇവിടെ നോട്ട് വീണ് കിടക്കുന്നത് ഷോപ്പിന്റെ ഫ്ലോറിലാണ്. ഈ ഫ്ലോർ എന്ന് പറയുമ്പം അവിടെ എന്തില്ല, ഷോപ്പ് കീപ്പർക്ക് പ്രത്യേകിച്ച് പൊസഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയ, അങ്ങനത്തെ ഒരു ഫ്ലോർ സ്പേസിലാണ് ഇത് കിടക്കുന്നത്. പൊസഷൻ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൺട്രോളും ഇല്ലാത്ത ഏരിയയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സംഭവം, ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളിങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ അവിടെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്, ഫൈൻഡർ ഹാസ് എ ബെറ്റർ ടൈറ്റിൽ. അവിടെ ഫൈൻഡർക്കാണ് ബെറ്റർ ടൈറ്റിൽ ഉള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ? ഫൈൻഡർ കീപ്പർ റൂളാണ്. മറ്റടുത്ത് നമ്മൾ പറഞ്ഞത് കമ്പനിയുടെ പൊസിഷനിലാണ്. കമ്പനിയുടെ ഒരു ഓണർഷിപ്പിലുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇത് കമ്പനി, ഇത് പബ്ലിക് പ്ലേസ് ആണ്. അപ്പൊ പബ്ലിക് പ്ലേസിൽ വരുമ്പോൾ ഫൈൻഡർക്കായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ബ്രിഡ്ജ് വേഴ്സസ് ഹെക്സ്വർത്ത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഹെന്ന വേഴ്സസ് പി. അപ്പൊ ഇവിടെ ഒരു സോൾജർ, ഒന്ന് വായിച്ചേ നിങ്ങൾ, എന്റെ കൂടെ തന്നെ ഒന്ന് വായിച്ചേ.
A soldier was temporarily staying in a house owned by the defendant. ഡിഫൻഡന്റ് ഓൺ ചെയ്യുന്ന ഒരു ഹൗസിൽ അയാൾ ടെമ്പററി ലിവ് ചെയ്യാണ്. അപ്പം ഈ ഓണർ ഈ ഒരു വീട്ടിൽ ഇതുവരെ സ്വന്തമായിട്ട് താമസിച്ചിട്ടില്ല. ഓണർ ഇതുവരെ താമസിച്ചിട്ടില്ല ആ വീട്ടിൽ, അല്ലെങ്കിൽ അയാൾ ഇതുവരെ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഓക്യുപ്പൈ ചെയ്തിട്ടേ ഇല്ല. ഓണറാന്നുള്ള പേരുള്ളൂ, അല്ലാതെ അയാൾ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം ഇവിടെ ഈ നമ്മൾ സോൾജർ അവിടെ തൽക്കാലത്തിന് താമസിക്കാൻ വന്നിട്ടുണ്ടല്ലോ. സോൾജർ അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് സോൾജർ ഒരു ബ്രൂച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷർട്ടിലും സാരിയിലൊക്കെ വെക്കുന്ന ഒരു ബട്ടൺ പോലുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബ്രൂച്ച് അയാള് ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പം ഇതിൽ ആർക്കാണ് ബെറ്റർ ടൈറ്റിൽ ഉള്ളത്? ഈ വീടിന്റെ ഓണർക്കാണോ അതോ ഇതിന്റെ ഫൈൻഡർ, ഈ ടെമ്പററി താമസിക്കാൻ വന്നിട്ടുള്ള ഫൈൻഡർക്കാണോ ഉണ്ടാവുക? ഹു ഹാസ് ഗോട്ട് എ ബെറ്റർ ടൈറ്റിൽ? ഈ താമസിക്കാൻ വന്ന ആൾക്ക് താമസിക്കാൻ വന്നിട്ടായിരിക്കും. കാരണം എന്താണ്? ബിക്കോസ് ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണ്? ഇവൻഡോ ഈ വീടിന് ഒരു ഓണർ ഉണ്ടെങ്കിൽ കൂടിയിട്ടും അയാൾ ഇതുവരെ വന്ന് താമസിച്ചിട്ടില്ല അവിടെ, അല്ലെ? അയാൾ ഇതുവരെ അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ട് പോലും ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുവരെ അതിന്റെ പുറത്ത് ഒരു ഫിസിക്കൽ പൊസഷൻ ഇല്ലായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ പുറത്ത് പോലും അയാൾക്കൊരു ഫിസിക്കൽ പൊസഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ബ്രൂച്ച് ഒരു ലോസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പൊ അവിടെ ഫൈൻഡറിന്റെ റൈറ്റ് ആണ് ഉണ്ടാവുക. ബിക്കോസ് ആ ഒരു ട്രൂ ഓണറിനെക്കാളും റൈറ്റ് ഇവിടെ ആർക്കാണ് പോകുന്നത്? ഫൈൻഡർക്കാണ്. ബിക്കോസ് അയാൾ അവിടെ ഉണ്ടെങ്കിൽ, അയാളുടെ ഓണർഷിപ്പ് ആണെങ്കിൽ കൂടിയിട്ടും അയാൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അയാൾ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. ആൻഡ് ഓൾസോ അയാൾക്ക് അവിടെയുള്ള സാധനങ്ങളുടെ പുറത്ത് പോലും അയാൾക്ക് എന്തില്ല, പൊസഷൻ ഇല്ല. ഐ മീൻ ഫിസിക്കൽ പൊസഷൻ ഇല്ല. ബിക്കോസ് ഹി ഹാസ് നോട്ട് ടേക്കൺ ദ ഫിസിക്കൽ പൊസഷൻ ഓഫ് ദ ഹൗസ് യെറ്റ്. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ പുറത്തും അയാൾക്ക് ഫിസിക്കൽ പൊസഷൻ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഹന്ന വേഴ്സസ് പീൽ. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി ഇതിലുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് മെറി വേഴ്സസ് ഗ്രീൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് സൗത്ത് സ്റ്റേഫോർഡ് ഷെയർ വാട്ടർ. അപ്പൊ ഇതിലെ ഓരോ പ്രിൻസിപ്പൾസ് നിങ്ങൾക്ക് ഇത് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനീന്റെ കാര്യം പറഞ്ഞത് കമ്പനിക്കായിരുന്നു അതിന്റെ പ്രൈമറി പൊസഷൻ ഉള്ളത്. അപ്പം കമ്പനിക്കാണ് നമ്മൾ എന്ത് ഇവിടെ ഓണറായിട്ട് കണക്കാക്കുന്നത്. ബ്രിഡ്ജ് വേഴ്സസ് ഹേക്സ്ഫോർത്തില് നമ്മൾ പറഞ്ഞു എന്താണ്? ഫ്ലോർ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ കിടക്കുന്ന സമയത്ത് ഫൈൻഡർ ഹാസ് ഗോട്ട് ദ റൈറ്റ്സ്. അവിടെ നമ്മൾ ഫൈൻഡർക്കാണ് റൈറ്റ് കൊടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ച? ഹന്ന വേഴ്സസ് പീൽ. ഹന്ന വേഴ്സസ് പീൽ എന്തായിരുന്നു? നമ്മള് സോൾജർ വാസ് ടെമ്പററിലി സ്റ്റേയിങ്, അല്ലെ? അപ്പൊ സോൾജർ ഡസ് നോട്ട് ഹാവ് എനി ഓണർഷിപ്പ്. സോൾജറിന് ഇല്ല, ഐ മീൻ ഓണർഷിപ്പ് ഉണ്ട്, സോറി, പൊസഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ലോജിക്കലി നിങ്ങൾക്ക് ആലോചിച്ച് അതിനുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണോ എവ്രി വൺ? യെസ് മാം. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ എല്ലാവർക്കും? അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് വി ഹാവ് ഫിനിഷ്. നമുക്ക് ഇനി ഒരു ടോപ്പിക് കൂടി ഉണ്ട്, സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ മിക്കവാറും ഒരു 2 ക്ലാസ്സസിനുള്ളിൽ സ്റ്റേറ്റിന്റെ ടോപ്പിക് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ടൈമായി. നമ്മൾ റൈറ്റ്സ്, റോങ്സ്, ഡ്യൂട്ടീസ് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇത് 3 നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ടിരുന്ന് വായിക്കുക. ഓക്കെ, ആരും എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് സെഷൻ ഉണ്ട് തോന്നുന്നു. ഇല്ല, നാളെ മോർണിംഗ് നമുക്ക് സെഷൻ ഇല്ലേ? ഓക്കെ, പിന്നെ യു ഹാവ് ടു സ്റ്റഡി ദ കേസസ് ഓൾസോ. കേസസ് എപ്പോഴും അതിന്റെ ഫാക്ട്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്യരുത്. പേരുകൾ എങ്ങനെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ ആ കഥകൾ അല്ലെങ്കിൽ അതിന്റെ ഫാക്ട്സ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലെ? ഉറക്കം വന്നിട്ടുണ്ടായിരുന്നോ? ബോറടിച്ചിട്ടുണ്ടായിരുന്നോ? ക്ലാസ് ഉറങ്ങിയിരുന്നോ? ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇല്ലേ, നാളെ നമുക്ക് ക്ലാസ് ഇല്ലേ മോർണിംഗ്? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റിന്റെ ടോപ്പിക് നാളെ തൊട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.